ധന്യനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഇനി നമ്മളെല്ലാവരും കൂടി ആ വാക്യം ഒന്ന് പറയാൻ പോവാണ്. എല്ലാവരും കണ്ടോ? അത് കൊരിന്ത്യലേഖനം കണ്ടോ? കൊരിന്ത്യലേഖനം കണ്ടോ? തപ്പുന്നതേ ഉള്ള കണ്ടല്ലോ. കൊരിന്ത്യലേഖനം 16-ാം അധ്യായം, 1 കൊരിന്ത്യലേഖനം 16-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ് ദേവദാസി വായിച്ചത്. നമ്മളത് ഒന്ന് ചേർന്ന് പറയാൻ പോവുകയാണ്. ഒന്ന് പറഞ്ഞേ, എല്ലാവരും കൂടെ പറഞ്ഞേ. കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ആ വാക്യം കാണാൻ പഠിച്ചോ? സിമ്പിളല്ലേ? എളുപ്പം കാണാൻ പഠിക്കത്തില്ലേ? എന്ന് പറഞ്ഞേ, കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് വരും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, മിഡിൽ ഈസ്റ്റ് റിവൈവൽ ചർച്ചിൻ്റെ ഈ ബദേൽ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ നടന്നു വരുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഏഴയ്ക്കും കടന്നു വരുവാൻ ദൈവകൃപ തന്നല്ലോ. അടിയൻ വന്നത് നിൻ്റെ മക്കൾക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദ്യമായ ഒരു ഇടപെടൽ ഈ പകൽ, ഈ രാത്രി സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. വിരോധമായി നിൽക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ ദൈവശാസിക്കണമേ. തിരക്കേറിയ ശുശ്രൂഷയിൽ ജസ്റ്റിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്ത് ക്ഷേമത്തോടെ ഇന്നലെ രാത്രി വന്നു ചേർന്നല്ലോ. ഒന്നിച്ചായിരിക്കാൻ കൃപ ലഭിച്ചത് ഒരു അനുഗ്രഹമാക്കണം. തൻ്റെ ദാസിക്ക് ഈ രാത്രി സൗഖ്യം കൊടുക്കണം. മുഴുമകത്വം ഈ രാത്രി അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും നമ്മുടെ ശബ്ദവും ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ്. എത്ര ദിവസത്തെ ഉപവാസമാണ്? 7 ദിവസം. ഇന്ന് എത്രാമത്തെ? 1-ാമത്തെ ദിവസം. ഇന്ന് 1-ാമത്തെ ദിവസമാണോ? ഓക്കെ. അപ്പം ദൈവം അനുവദിച്ച് കർത്താവ് വരാൻ താമസിച്ച അടുത്ത ഞായറാഴ്ച വരെ നമുക്ക് ഉപവാസ പ്രാർത്ഥനയാണ്. അതെല്ലാ നിലയിലും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മിഡിൽ ഈസ്റ്റ് ചർച്ചിൻ്റെ ആ ചർച്ചിലെ പല കൺവെൻഷനിൽ പോകുവാൻ, പല ഉപവാസ പ്രാർത്ഥനയിൽ പോകാനൊക്കെ എനിക്ക് ഇടയായി. അവിടുത്തെ ഒരു ബ്രദറിൻ്റെ വീട്ടിൽ നമ്മൾ ഡെഡിക്കേഷൻ ചെയ്ത് ഓക്കെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ധന്യനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയതിൽ ഏറ്റവും ശ്രദ്ധേയമായ 2 ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ഉം 2-ഉം ലേഖനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായി സുവിശേഷം എഴുതാൻ യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലെ മനുഷ്യാവതാരം തൊട്ട് യേശുക്രിസ്തുവിൻ്റെ കല്ലറയുടെ ഉയർത്തെഴുന്നേൽപ്പ് വരെ എഴുതാൻ, വിശദമായിട്ട് എഴുതാൻ 28 അധ്യായങ്ങൾ മതിയായിരുന്നു. 28 അധ്യായങ്ങൾ മതിയായിരുന്നു. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വരുന്നതും യേശുക്രിസ്തു ഭൂമിയിൽ സ്വർഗാരോഹണം ചെയ്യുന്നതും ഉൾപ്പെടെ ഒരു 3.5 പതിറ്റാണ്ടിലെ ആത്മാവിൻ്റെ പ്രവൃത്തി എല്ലാം കൂടെ എഴുതാൻ നമ്മുടെ വൈദ്യനായ ലൂക്കോസിന് 28 അധ്യായം മതിയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. എന്നാൽ ഒരു കൃപാവരത്തിന് കുറവില്ലാത്തൊരു സഭയെ നന്നാക്കാൻ പൗലോസ് 29 അധ്യായം എഴുതേണ്ടി വന്നു. ഹലോ, എന്നോട് ഞാൻ ശാന്തമായിട്ട് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള 33.5 വർഷത്തെ ചരിത്രം വിശദമായിട്ട് എഴുതാൻ മത്തായിക്ക് 28 അധ്യായം മതിയായിരുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണം തുടങ്ങി പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത് തൊട്ട് ഒരു 3.5 പതിറ്റാണ്ടിലെ ആത്മാവ് അപ്പോസ്തലന്മാർ കൂടെ പ്രവർത്തിച്ചതെല്ലാം കൂടെ എഴുതാൻ നമ്മുടെ വൈദ്യനായ ലൂക്കോസിന് 28 അധ്യായം മതിയായിരുന്നു. പക്ഷേ
ഒരു കൃപാവരത്തിന് കുറവില്ലാത്തൊരു സഭയെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പൗലോസ് 29 അധ്യായം എഴുതേണ്ടി വന്നു. എഴുതിയാലും ഗുണപ്പെടത്തില്ലെന്ന് മനസ്സിലായ അദ്ദേഹം ലാസ്റ്റിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞൊരു വാക്കാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു. ഇത് കർത്താവിൻ്റെ 2ാം വരവ് പ്രസംഗിച്ചതല്ല, നീയൊക്കെ ഗുണപ്പെട്ടാലും ഇല്ലെങ്കിലും കർത്താവ് വരുമെന്ന് പറഞ്ഞതാണ്. ഇനി ഒരല്ലേലിയെ പറഞ്ഞു, പ്രസംഗം തീർന്നു. ഇത്രയുള്ള പ്രസംഗം. പ്രൈസ് ദി ലോർഡ്. വാക്യം മനസ്സിലായോ? ഈ വാക്യം കർത്താവായ യേശുവിന് 2ാമത്തെ വരവെഴുതിയതല്ല. ഈ പ്രശ്നങ്ങളുടെ എല്ലാം പുറകിലുണ്ടായ കാരണം സഭയ്ക്ക് ആരോട് സ്നേഹമില്ല? കർത്താവിനോട് സ്നേഹമില്ല. ഈ കൊരിന്ത്യയിലെ സഭ, നിങ്ങൾ 1-ാം അധ്യായം ഒന്ന് വായിക്കണം. 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കും. ഈ സഭയുടെ പ്രത്യേകത യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള സഭയാണ്. എന്നെ ശ്രദ്ധിച്ചേ, കൊരിന്ത്യയിലെ സഭയ്ക്ക് എന്തോ ഉണ്ട്? യേശു ക്രിസ്തുവിലെ സാക്ഷ്യമുള്ള സഭ. 2, 6-ാമത്തെ വാക്യം. നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനെ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നനായി തീർന്നു. സമ്പന്നരായ സഭ. എന്റെ കൂടെ വരണം. 1, യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള സഭ. എല്ലാവരും പറഞ്ഞേ, ഒരു ക്ലാസ് മോഡലിൽ പോകുന്നല്ലേ? നമ്മൾ ഒത്തിരി തുള്ളിച്ചാടിയില്ലേലും നിത്യതയിൽ പോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 1, യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള സഭ, കൊരിന്ത്യയിലെ സഭ. 2, യേശു ക്രിസ്തുവിന്റെ സകല വചനത്തിലും നല്ല പരിജ്ഞാനമുള്ള സഭ. പ്രൈസ് ദി ലോർഡ്. എന്താണ്? സകല പരിജ്ഞാനം, സമ്പന്നരാണ് അവർ. സഭ വചനത്തിൽ സമ്പന്നരാണ്. 3, അടുത്ത വാക്യം. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. ഈ സഭയ്ക്കകത്ത് ഒരു കൃപാവരത്തിനും പുറത്തുനിന്ന് ആരെയും കെട്ടിയിറക്കണ്ട. ഹലോ, പൂത് വിളകിയാൽ ഭൂതശാന്തി വരവുള്ള സഭയ്ക്കകത്തിരിപ്പുണ്ട്. അവ എഴുന്നേറ്റ് ഒറ്റ സാധനം സാധിച്ചാൽ കെട്ടം ചെയ്യും. രോഗമുണ്ടായാൽ രോഗശാന്തി വരവുള്ള ആൾ സഭയ്ക്കകത്ത് ഉണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ സഭ, കൊരിന്ത്യയിലെ സഭയുടെ കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു അന്യഭാഷ ഒരാൾ പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കുന്ന ആൾ ഈ സഭയ്ക്കകത്ത് ഉണ്ട്. വിവിധ ഭാഷ വരമുള്ളവൻ ആ സഭയ്ക്കകത്ത് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു കൃപാവരത്തിനും കുറവില്ല. 4, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മൂലത്തെ വാക്യം വിട്ട് കളഞ്ഞു. 7-ാമത്തെ വാക്യം. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. സഭയുടെ പ്രത്യേകത, ഒരു കൃപാവരത്തിന് എന്തില്ല? കുറവില്ല. അടുത്ത വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഇവര് കാത്തിരിക്കുന്നത് PR വരാനോ, ഇന്റേൺഷിപ്പ് പാസ്സാകാനോ, കല്യാണം നടക്കാനോ, വസുവിന്റെ കടം വീടാനോ ഒന്നുമല്ല. ഇവർ കാത്തിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന സഭ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്തൊക്കെ ഈ സഭയുടെ യോഗ്യത? കർത്താവിന്റെ സാക്ഷ്യമുള്ള സഭ. നാട്ടുകാരുടെ ബെന്തിക്കോസുകാരെ നോക്കുകയാണെങ്കിൽ കൊരിന്ത്യയിലെ സഭയെ നോക്ക്, നല്ല സാക്ഷ്യമുള്ള സഭയാണ്. ഹലോ. 2, സകല വചനത്തിലും നല്ല പരിജ്ഞാനമുള്ള സമ്പന്നരാ. 3, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. 4, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷ വരിക പോവുക. ഒരല്ലേ പറഞ്ഞേ, കർത്താവ് വരിക, നമ്മള് പോവുക. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു സഭ. ഹല്ലേലൂയ. പക്ഷേ ഇവരെ അടുത്ത വാക്യം കൊണ്ട് വായിച്ചേ. തന്റെ 9-ാമത്തെ വാക്യം. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ഇവരെല്ലാം വന്നേക്കുന്നത് കർത്താവിന്റെ കൂട്ടായ്മയിലേക്കാണ്. IPCയുടെ കൂട്ടായ്മയല്ല, ചർച്ച് ഓഫ് ഗോഡിന്റെ കൂട്ടായ്മയല്ല, ഫുൾ ഗോസ്പലിന്റെ കൂട്ടായ്മയല്ല. ഒരു ഗോസ്പലും ഇല്ലാത്തതും ഫുൾ ഗോസ്പലാണ് വെച്ചേക്കുന്നത്. ഒരല്ലേ പറഞ്ഞേ. ന്യൂ ഇന്ത്യയുടെ കൂട്ടായ്മയല്ല, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ കൂട്ടായ്മയല്ല. ഞാനിതിനൊന്നും എതിരല്ല. ഇവര് വന്നേക്കുന്ന ഏത് കൂട്ടായ്മയില?
പറഞ്ഞേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മ. എന്റെ കൂടെയാണോ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. ഇത്രയും യോഗ്യതയുള്ളൊരു സഭയ്ക്കകത്ത് 10-ാമത്തെ വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇത്രയും യോഗ്യതയുള്ള സഭയ്ക്കകത്ത് തന്നെ ഉണ്ട് പറ. എന്നെ കൊണ്ടെല്ലാം രാത്രി പറയിപ്പിക്കാതെ. എന്നെ കൊണ്ട് ഈ സഭയ്ക്കകത്ത് പിണക്കമുണ്ട്. ഏത് സഭയ്ക്കകത്ത്? ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയ്ക്കകത്ത് പിണക്കമുണ്ട്. ഇനി താഴോട്ട് വായിച്ചതിനുണ്ട് ബാക്കി. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ. ശ്രദ്ധിക്കണേ, ഇനി പുസ്തകത്തിൽ നോക്കിയിരിക്കേണ്ട, നമുക്ക് വായിക്കാൻ ചിന്തിക്കാം. നമുക്ക് ഇത്രയും യോഗ്യതയുള്ള സഭയ്ക്കകത്ത് ഇപ്പൊ എത്ര പക്ഷമുണ്ട്? പൗലോസിന്റെ പക്ഷം, കേഫാവ് എന്ന് പറഞ്ഞ പത്രോസിന്റെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം. ഈ 4ലും പെടാത്ത നിഷ്പക്ഷം. ഇപ്പൊ എത്രയായി? 5 പക്ഷം. ഒരല്ലേ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ പരിജ്ഞാനമുള്ള, കൃപാവരത്തിൽ സമ്പന്നരായ, ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലുള്ള, കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന, ക്രിസ്തുവിൽ നല്ല സാക്ഷ്യമുള്ള സഭയ്ക്കകത്ത് ഇപ്പൊ എത്ര ഗ്രൂപ്പുണ്ട്? 5 ഗ്രൂപ്പ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് ചിന്തിക്കണമല്ലോ. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നു. 14 വായിച്ചു. 14. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം സഭയ്ക്കകത്ത് ഇപ്പോൾ ദൈവാത്മാവുള്ള മനുഷ്യര് മാത്രമല്ല, ആരുടെ കയറി? പ്രാകൃത മനുഷ്യരിനകത്ത് കയറി. ഇപ്പൊ പൗലോസ് പറയാണ് 3-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. നോക്കിയേ, എൻ്റെ കൂടെ ഒന്ന് വരണം. നമ്മള് ദൂതിലേക്ക് പ്രവേശിക്കും. ദൂതൊക്കെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. എന്നാലും പറഞ്ഞ കാര്യം ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം. ഇത്രയും യോഗ്യതയുള്ള സഭയോട് പറഞ്ഞു, ഞാനിപ്പോൾ പിള്ളേരെ നമ്മുടെ ഇപ്പോഴത്തെ എന്തോ BBS അല്ലേ, BBSന് പഠിപ്പിക്കുന്നതോടെ നിങ്ങളെ പഠിപ്പിക്കേണ്ട ഗതികേട് എനിക്ക് വന്നിരിക്കുകയാണ്. ആത്മികരോടെന്ന പോലല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ സംസാരിക്കേണ്ടി വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. നിങ്ങളതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ സ്തോത്രം, അതിൻ്റെ 11-ാമത്തെ വാക്യം. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്നുവരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. നിങ്ങളെ നാണിപ്പിപ്പാനല്ല. അപ്പൊ ഇപ്പൊ ഈ സഭയ്ക്ക് ഉണ്ടായേക്കുന്ന അപജയം മനസ്സിലായോ? ഇത്രയും യോഗ്യതയുള്ള സഭയ്ക്ക് എന്തൊക്കെ ഉണ്ടായെന്ന് മനസ്സിലായോ? തീർന്നില്ല. 5-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ എഴുത്തു തുടങ്ങുമ്പോ പിണക്കമുണ്ടെന്ന് കേൾക്കുന്നതേ ഉള്ളായിരുന്നു. ലേഖനം എഴുതാൻ തുടങ്ങിയപ്പോ എന്നോ കേട്ടു? പിണക്കമുണ്ടെന്ന് കേട്ടു. ക്ലേബയുടെ ആൾക്കാർ പറഞ്ഞ് പിണക്കമുണ്ടെന്ന് കേട്ടു. 5-ാം അധ്യായം വന്നപ്പോ നിങ്ങളുടെ ഇടയില് ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നപ്പോൾ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. മതി. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെയല്ല, അഭക്തന്മാരുടെ മുൻപിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? ഇപ്പൊ ഇവര് കോടതിയിലായി.
ഇനി എന്നെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവരെവിടായി? അന്തരീക്ഷം പോയോ? നിങ്ങളുടെ കാര്യമല്ല, ഞാൻ കൊരിന്ത്യയിലെ സഭയുടെ കാര്യം, ഈ വാക്യം പുള്ളി എഴുതാൻ ഉണ്ടായ കാര്യം പറയുക. കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു എന്ന് എഴുതാൻ ഉണ്ടായ കാരണം, ഇത്ര യോഗ്യതയുള്ള സഭ ഇപ്പൊ കോടതിയുടെ വരാന്തയിലായി. 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ എവിടായി? കോടതിയിലായി. ദൈവമക്കൾ ദശാംശം ഉപദേശിക്ക് കഞ്ഞി കുടിക്കാൻ കൊടുത്ത പൈസ ഇപ്പൊ വക്കീലന്മാർക്ക് കൊണ്ട് കൊടുക്കുന്ന ഗതികേടിലേക്ക് കൊരിന്ത്യയിലെ സഭയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൻ്റെ ഭാര്യയെ ഒരുത്തം വെച്ചുകൊണ്ടിരുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രസംഗിക്കാൻ കൊള്ളത്തില്ലാത്ത കാര്യങ്ങളാണ്. അവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. അർത്ഥാൽ കൃപാവരങ്ങളിൽ ജ്വലിച്ചു നിന്നൊരു സഭ, ദേശത്ത് നല്ല സാക്ഷ്യമുണ്ടായിരുന്നൊരു സഭ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷമായി, പിണക്കമായി, ഓ ഹല്ലേലൂയ, ദുർനടപ്പായി ദൈവത്തിൽ നിന്ന് ക്രമേണ അകന്നു. 29 അധ്യായങ്ങൾ ഈ മനുഷ്യൻ എഴുതേണ്ടി വന്നു. 16ഉം 13ഉം 29 അധ്യായം. എന്നിട്ട് കൊരിന്ത്യ സഭ എന്ത് ചെയ്തില്ല? ശരിയായില്ല. എന്തിനാണ് ഉപവാസ പ്രാർത്ഥന വെക്കുന്നത്? എന്തിനാണ് കാത്തിരിപ്പ് യോഗം നടത്തുന്നത്? എന്തിനാണ് ഈ തീവ്രമായ ഉഷ്ണമുള്ളപ്പോൾ, ശരീരത്തെ കത്തിക്കുന്ന ചൂടുള്ളപ്പോൾ നമ്മൾ ഈ ആഹാരമൊക്കെ വെടിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞ് എന്തിനായിരിക്കുന്നത്? എന്തിനാ PC ചെറിയാനെ കൂടെ പ്രസംഗിക്കാൻ വിളിച്ച്? ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കാര്യം ചോദിച്ച് ഞാൻ ഭാഗം വിടുക. രക്ഷിക്കപ്പെട്ട നാളിലുണ്ടായിരുന്ന യേശുവിനോടുള്ള സ്നേഹം ഇപ്പോഴുണ്ടോ? പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഉണ്ടോ? ഹല്ലേലൂയ. അന്നത്തെ ആരാധന ഓർഗൻ വേണ്ടായിരുന്നു, കൊയർ ലീഡ് ചെയ്യാൻ ആള് വേണ്ടായിരുന്നു, പൊട്ടിയ തമ്പാറോ അത് രണ്ടാമത് കുമ്പനാട്ട് പോയി മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒട്ടുപാലിനകത്ത്, റബ്ബർ പാലിനകത്ത് മുക്കി തുണി ഒട്ടിച്ച്, പുതിയ തമ്പേറിൻ്റെ കമ്പ് മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞതുകൊണ്ട് തുണി ചുറ്റിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടുപാലൊട്ടിച്ച തമ്പേറിൻ്റെ കമ്പ് കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തേ? അതൊക്കെ മതിയായിരുന്നു, അതൊക്കെ മതിയായിരുന്നു. അതിൻ്റെ താളത്തിലങ്ങോട്ട് ആരാധിക്കുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടുമായിരുന്നു, രോഗികൾ സൗഖ്യമാകുമായിരുന്നു, പൈശാചിക ബന്ധനങ്ങൾ അഴിയുമായിരുന്നു, കുടുംബങ്ങൾക്ക് വിടുതൽ ഉണ്ടാകുമായിരുന്നു. അന്ന് വരുന്നവരെല്ലാം ആരെയും പ്രസാദിപ്പിക്കാൻ വരുമില്ലായിരുന്നു, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് വരുമായിരുന്നു. അന്ന് ആരാധിക്കുന്നവർ കർത്താവിനുള്ള സ്നേഹം കൊണ്ട് ആരാധിക്കായിരുന്നു. ഇപ്പോൾ കൊരിന്ത്യ സഭയ്ക്ക് എന്തൊക്കെയോ ആയപ്പോൾ അവർക്ക് ആരോടുള്ള സ്നേഹം പോയി? കർത്താവിനോടുള്ള സ്നേഹം പോയി. ഇപ്പൊ അവർ ഹോളി വരുന്ന വഴക്കുണ്ടാക്കാൻ വരിക. രാവിലെ വന്നിട്ട് പൗലോസിന്റെ പക്ഷക്കാർ 4 പേര് ആ മൂലയ്ക്ക് നിൽക്കും, അപ്പല്ലോസിന്റെ പക്ഷക്കാർ 4 പേര് മാവിന്റെ ചുവട്ടിൽ നിൽക്കും, കേഫാവിന്റെ ഗ്രൂപ്പുകാർ 3 പേര് ആ ബാത്റൂമിന്റെ സൈഡിൽ നിൽക്കും. അവർ നിൽക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ബാത്റൂമിൽ പോകാൻ പോലും ഒക്കത്തില്ല. പാവ ഉപദേശി മാത്രം സ്റ്റേജിൽ 3 പാവപ്പെട്ട വിശ്വാസി ഒരു ഗ്രൂപ്പിലും പെടാത്തൊരു ഈ ഹോളിനകത്ത് വന്ന് ഇരിക്കും. ഇവിടുത്തെ കാര്യം ഞാൻ കൊരിന്ത്യയിലെ കാര്യം പറയാം, നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ, മനസ്സിലാകുന്നുണ്ടോ? ഈ നിഷ്പക്ഷക്കാരെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. പൗലോസിന്റെ പക്ഷക്കാരെ നമുക്കറിയാം, അവരാരുടെ പക്ഷമാണ്? പൗലോസിന്റെ പക്ഷമാണ്. കേഫാവിന്റെ പക്ഷക്കാരെ നമുക്കറിയാം, അവരാരുടെ പക്ഷമാണ്? ഒന്നിനും പെടാത്ത നിഷ്പക്ഷക്കാരുണ്ട്. അവൻ ഈ അടിയിൽ കൂടെ എല്ലാ 4 ഗ്രൂപ്പിലും അവൻ കൈകാര്യം ചെയ്യും. എന്നിട്ട് അവൻ പറയാ, അച്ഛാ കേഫാവിന്റെ പക്ഷക്കാരൻ മാവിന്റെ ചൂട്ടുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ട്, ഞാൻ പറഞ്ഞെന്ന് പാസ് എന്ത് ചെയ്യരുത്, പറയരുത്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്നോടൊന്നും പറയത്തില്ല. അപ്പൊ പാസ് ഇവനെ ഉപയോഗിച്ചാണ് അവരുടെ കാര്യങ്ങളെല്ലാം
നിങ്ങൾക്ക് എന്നാ ഒരു മൗളിപ്പ്? പ്രൈസ് ദി ലോർഡ്. ഇവരിപ്പോൾ എന്തിനു വരുവല്ല? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വരുവല്ല, ഗ്രൂപ്പ് കളിക്കാൻ വരിക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വന്ന് വേറെ ഒരെണ്ണം അകത്തോട്ട് ഇപ്പൊ കയറത്തില്ല. ഇവിടെ വന്ന് അടിയുണ്ടാക്കുന്ന ഭേദം നിൽക്കുന്നിടത്ത് നിൽക്കുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ബെന്തക്കോസിനുണ്ടായ അപജയം എന്നാ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ പറയാം, നമുക്കൊരു മടങ്ങി വരവിന്റെ സമയമായി. ഹല്ലേലൂയ. സന്തോഷമുണ്ടേ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കരയേണ്ട സമയം അതിക്രമിച്ചു, അനുദപിക്കേണ്ട സമയം അതിക്രമിച്ചു, ഏറ്റുപറച്ചിലിന്റെ സമയം അതിക്രമിച്ചു. ഈ ദിനങ്ങളിലെ ഉപവാസം 7 ദിവസം വളരെ നല്ലതാണ്. ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. ഞായറാഴ്ച ഉഗ്രനായിട്ട് ആരാധന നടത്തി, കർത്തൃമേശം നടത്തി, ഒക്കുവാണെ കഞ്ഞിയും കുടിച്ചേ പിരിയാവൂ. പക്ഷേ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി എന്നൊരു കുറവ് നിന്നെ കുറിച്ച് എനിക്ക് പറവാനുണ്ട്. ഹല്ലേലൂയ. ഈ കൂട്ടായ്മകളിലെല്ലാം വെളിപ്പെട്ടു വരേണ്ടത് ഇന്ന് രാത്രി കേൾക്കുന്ന വചനം കഴിഞ്ഞ് നാളെ വരുമ്പോൾ ആ സ്നേഹത്തിന്റെ ആഴത്തിൽ വേണം വരാൻ. ഏത് സ്നേഹം? യേശുവിനോടുള്ള സ്നേഹം. നിനക്ക് വേണ്ടി പിതാവ് പുത്രനെ തന്നു, പുത്രൻ നിനക്ക് വേണ്ടി പ്രാണനെ തന്നു. ഹല്ലേലൂയ. വീണ്ടെടുത്ത സഭയ്ക്ക് വേണ്ടി ആത്മാവിനെ തന്നു. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീടൊരുക്കുന്നു. നിന്നെ അവിടെ കൊണ്ടുപോകാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ സഭയ്ക്കുണ്ടാകേണ്ടത് ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവദാസനെ യോശുവയുടെ പുസ്തകം വായിച്ച് നിങ്ങളെ കൊണ്ട് 3-4 വാക്യങ്ങൾ വായിപ്പിച്ചു. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ മോശയും യോശുവയൊക്കെ ഇങ്ങനെ ധ്യാനിക്കുന്നുണ്ട്. കാരണം മോശയ്ക്ക് ഇച്ചിരി വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ആളാണ്. രാജകൊട്ടാരത്തിൽ താമസിച്ച് ഒരു രാജകുമാരനെ ഏതെല്ലാം യൂണിവേഴ്സിറ്റി പഠിക്കാൻ ഒക്കും അവിടെയെല്ലാം പഠിച്ച് അടുത്ത പറവോനാകേണ്ടവൻ എന്തെല്ലാം പഠിക്കണം, കായികമായി, വിദ്യാഭ്യാസപരമായി, ജ്ഞാനപരമായി അവൻ എന്തെല്ലാം അറിയണം, അതെല്ലാം പഠിച്ചയാളാണ് ആര്? മോശ. അങ്ങനെ ഒരാളിനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിട്ട് ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തി. മോശയില്ലായിരുന്നെങ്കിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടോ നമ്മളെങ്ങനെ അറിയും? മോശ ഉള്ളതുകൊണ്ടാണ് ആ കാര്യം അറിഞ്ഞത്. ദൈവത്തെ മുഖാമുഖമായി കണ്ട മനുഷ്യനാണ് ആര്? അത് ദൈവം പറഞ്ഞു, ഞാൻ അവനോട് മറപൊരുളായിട്ടല്ല അഭിമുഖമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ ഭൂമിയിൽ പുത്രൻ തമ്പുരാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് അഭിമുഖമായി ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശയോടാ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ശവസംസ്കാരം നേരിട്ടൊരാൾ ദൈവം നടത്തിയെങ്കിൽ അത് മോശയുടെയാ. പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് മരിച്ചടക്കപ്പെട്ട ഒരാളെ ഡയറക്റ്റ് കൊണ്ടുപോയെങ്കിൽ അത് മോശയുടെയാ. നല്ല ഹല്ലേലൂയ പറയണം. ഇത്രയെല്ലാം യോഗ്യതയുണ്ടായിരുന്ന മനുഷ്യൻ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രണ്ടാമതെടുക്കുന്ന ആളിന് ന്യായമായൊരു വിദ്യാഭ്യാസം വേണ്ട ദൈവദാസനെ. പക്ഷെ അടിമ വീട്ടിൽ പിറന്ന് അടിമപ്പണി ചെയ്ത ഈ യോശുവയ്ക്ക് ലോകപ്രകാരം CBSE പോയിട്ടില്ല, ICSE പോയിട്ടില്ല, കേരള സിലബസിലും പുള്ളി പോയിട്ടില്ല, കുമ്പനാട്ടും പഠിച്ചില്ല, തിരുവല്ലായിലും പഠിച്ചില്ല, പുല്ലൂരും പുള്ളി പഠിച്ചില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പക്ഷെ പുള്ളിയെ ദൈവം തെരഞ്ഞെടുത്ത ഒറ്റ യോഗ്യത, മോശയുടെ കൂടെ പുള്ളി വിശ്വസ്തനായിരുന്നു. ഇന്ന് രാത്രിയിലും ഗ്രഹവിചാരകന്മാരിൽ ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. നീ വിശ്വസ്തനായി നിന്നാൽ ഇതുവരെ മറ്റാരെയും ഏൽപ്പിക്കാത്ത ചിലത് ഈ രാത്രി നിന്നെ ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഓ റബലമനക ഷൈഡരാദരാദര റൗഷ സബ്ദരേ ഹല്ലേലൂയ.
രക്തത്താലെ വചനത്താലെ ജയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ഈ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് ഓർപ്പിക്കണം. ഒന്ന് വായിച്ചു വിട്ടാര് 4:1. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. പറഞ്ഞേ, ദൈവത്തിന് സഭയ്ക്കകത്ത് ആരെ വേണം? എല്ലാരും പറ, വിശ്വസ്തരെ വേണം. വിശ്വസ്തരെന്ന് കണ്ടാൽ നിന്റെ പക്കൽ ഈ 7 ദിവസം ഉപവാസത്തിനകത്ത് ദൈവം ചിലത് പരമേൽപ്പിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചേ. ഇതുവരെ മറ്റാർക്കും കൊടുക്കാത്ത ചിലത് ഇന്ന് രാത്രി വിശ്വസ്തന്മാരുടെ പക്കൽ പരമേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ അത് വ്യാപാരം ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ വിശ്വസ്തതയുള്ള ഒരു തലമുറയെ ദൈവം ഈ രാത്രി അന്വേഷിക്കുകയാ. ഹല്ലേലൂയ. ചുടരബലമനഗ ശൈഡരാധരാധര റൗഷൻ സബ്ദരേ. ഹല്ലേലൂയ. ഓരബലബലബലബലബ ശൈഡമനാധരാധര റൗഷൻ സബ്ദര. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ഈ യോശുവയെ എടുക്കുമ്പോൾ ആ മനുഷ്യന് യാതൊരു വിധമായിട്ടുള്ള ലോകപരമായ യോഗ്യതയും ഇല്ല. പക്ഷെ ദൈവം പറഞ്ഞു, യോശുവയെ, ഇന്ന് ഞാൻ നിന്നെ ഈ ജനത്തിന്റെ മുമ്പിൽ വലിയവനാക്കാൻ തുടങ്ങും. വലിയവനാക്കാൻ. എല്ലാരും പറഞ്ഞേ, ഇന്ന് ദൈവം പറയല്ലാരും എന്നെ ഈ ജനത്തിന്റെ മുമ്പിൽ വലിയവനാക്കാൻ തുടങ്ങും. ഉപവാസത്തിന്റെ 1-ാമത്തെ രാത്രിയിൽ ഇന്ന് ദൈവം എന്നെ, ധൈര്യത്തോടെ പറഞ്ഞേ, ഇന്ന് ദൈവം എന്നെ ജനത്തിന്റെ മുമ്പിൽ വലിയവനാക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നവരെ ഏറ്റുപറയാവുള്ളൂ. നിന്നെ താഴ്ത്താൻ ലോകം നോക്കുമ്പോൾ, നിന്നെ തകർക്കാൻ പിശാച് നോക്കുമ്പോൾ, സ്വർഗം പറയുന്നു ഞാൻ നിന്നെ വിളിച്ചത് നിന്നെ ഇന്ന് പോലെ ഞാൻ വലിയവനാക്കാൻ തുടങ്ങും എന്ന് വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ഈ രാത്രി നന്ദിയോടെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ചുടബരബലബലബലബസ്. ഹല്ലേലൂയ. ജിബരബലബലബസ്. ദിരമനബലബലബലബസ്. അർത്ഥമനാദരാദരാദര റൗഡാരബലബലബസ്. ധീരബലബലബലബലബസ്. ശൈഡരാദരാദര. ഹല്ലേലൂയ. അതങ്ങനെ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി ചിലർ വലിയവരാകാൻ തുടങ്ങട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ കൃപകളുള്ള, കൃപാവരങ്ങളുള്ള, അഭിഷേകമുള്ള, അധികാരമുള്ള ഒരു ജനറേഷനെ ഈ രാത്രി ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നിന്റെ ടൈമാണിത്, നിന്റെ ടൈമാണിത്. വിശ്വസിക്കുന്നവര് മാത്രം. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താലെ വചനത്താലെ ജയം. ദിബന രഗല രഗനബരാദര ദിബലബലബലബസ്. ഹല്ലേലൂയ. നിങ്ങള് ഒന്ന് ശ്രദ്ധിച്ചേ. ലോകപ്രകാരം ഈ മനുഷ്യൻ എന്തില്ല? ലോകപ്രകാരം എന്തില്ല മക്കളെ? ഒരു യോഗ്യത ഇല്ല. പക്ഷേ ദൈവം നോക്കിയത് ഈ 40 വർഷത്തിനിടയ്ക്ക് പല പ്രാവശ്യം മോശ പർവ്വതത്തിൽ കയറിപ്പോയി. പർവ്വതത്തിൽ കയറിപ്പോയി. ആ സമയത്തൊക്കെ താഴെ ഈ സംഘസദസ്യന്മാരും ഗായക സംഘവും ഒക്കെ പല ഗ്രൂപ്പുകൾ എന്ത് ചെയ്തു? പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. പക്ഷെ ഇതിനകത്തൊന്നും ആരും ഉൾപ്പെട്ടില്ല. മോശ വരുന്നതിൻ്റെ സമയം കൊണ്ട് സ്വന്തം അനുജൻ അഗരം വരെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി പുള്ളിയുടെ സ്വന്തം വകയായിട്ടൊരു ക്രൂസേഡ്. സ്തോത്രം. പേര് യഹോവയ്ക്കൊരു ഉത്സവം. തോളത്ത് കാള. പേരെന്തുവാ?
യഹോവയ്ക്ക് ഉത്സവം. ബാനർ എന്തുവാ? യഹോവയ്ക്ക് ഉത്സവം. തോളത്ത് എന്തുവാ? കാള. പക്ഷെ ഈ ഗ്രൂപ്പിലൊന്നും ആര് പെട്ടില്ല? യോശുവ പെട്ടില്ല. സ്തോത്രം. മോശ പാതി വഴി ഇറങ്ങി വരുമ്പോൾ യോശുവ പാതി വഴിയിലുണ്ട്. മോനെ എന്നോട് താഴെ ഭയങ്കര ആരാധന കേൾക്കുന്നല്ലോ, ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പ് കേൾക്കുന്നല്ലോ. ഒന്ന് ഈ യോശുവയ്ക്ക് പഠിത്തമില്ലും വിവേചനപരമുണ്ട്. എന്തുകൊണ്ട്? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? വിവേചനം. അവൻ പറഞ്ഞ അച്ഛാ, ജയിച്ചവന്മാരുടെ ആർപ്പുമല്ല, തോറ്റവന്മാരുടെ കരച്ചിലുമല്ല, രണ്ടും കെട്ട ആരാധനയാന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞേ? താഴെ ഭയങ്കര പരിപാടിയാണ്, പക്ഷെ ആരുടെ അല്ല? ജയിച്ചാർക്കുന്നവന്റെ ആർപ്പുമല്ല, തോറ്റ് തുന്നം പാടിയവന്റെ നിലവിളിയല്ല, രണ്ടും കെട്ട ആരാധനയാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിന്നത്തെ സംഭവമൊക്കെ നമുക്കറിയാം. കാളയെ ഉടയ്ക്കുന്നു, പ്രമാണമെറിഞ്ഞുടയ്ക്കുന്നു, കാളയിടിച്ച് പൊടിക്കുന്നു, അതിനെ കലക്കി ഇവന്മാരെ കുടിപ്പിക്കുന്നു. ഇത്രയും നേരം കാള തോളത്തായിരുന്നു, ഇപ്പൊ കാളയകത്തായി. ഇപ്പൊ ഇവന്മാരെ ആരാധന കാളയകത്തിട്ടുണ്ട്. മറ്റേ ഹലോ ഒരല്ലേ പറഞ്ഞേ? ആ തലമുറയൊക്കെ ആ രാത്രി തന്നെ ഛേദിക്കപ്പെട്ടു. പിന്നുള്ളൊരു ജനവുമായി മുൻപോട്ട് പോകുമ്പോൾ ഇനി ആര് എന്ന ചോദ്യത്തിന് ദൈവത്തിന് ഒരു സംശയമില്ലായിരുന്നു. ആരെ എടുത്തു? വിശ്വസ്തനായ യോശുവ എടുത്തു. യോശുവയ്ക്ക് ദൈവം കൃപ കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഭയപ്പെടരുത്. അതവിടെ വായിച്ച് കേൾപ്പിച്ചത്. നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം, ഞാൻ നിന്നെ ആരാക്കും. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നീ ജനത്തോട് 3 ദിവസം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. എന്ത് ചെയ്യണം? എല്ലാവരും പറഞ്ഞ് അടുത്തിരിക്കാനുള്ള കൈ കൊടുത്ത് പറഞ്ഞ് 3 ദിവസം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ പറഞ്ഞ്. പ്രൈസിനോട് പറയാനല്ല ഞാൻ പറഞ്ഞ്. ഇന്ന് 1-ാമത്തെ ദിവസമല്ലേ? അടുത്ത 3 ദിവസം ശുദ്ധീകരണം നടക്കണം. ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഒരു 40-44 വർഷം മുമ്പ്, ഇവിടെ ഇരിക്കുന്ന പലരൊക്കെ ജനിക്കുന്നതിനൊക്കെ മുമ്പേ ഇതുപോലെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ ഉപവാസ പ്രാർത്ഥന ആദ്യം ചെയ്യുന്നത് എല്ലാവരും എഴുന്നേറ്റ് ഏറ്റുപറച്ചിലുണ്ടാകും. എന്തുണ്ടാവും? നിങ്ങളാരെങ്കിലും അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടോ? അങ്ങനെ പഴയ ഉപവാസ പ്രാർത്ഥന ഏറ്റുപറച്ചിൽ ഉണ്ട്. അമ്മാമ്മയൊക്കെ ഉണ്ട്. ഏറ്റുപറച്ചിൽ. കുറവുകൾ എന്ത് ചെയ്യും? അത് എനിക്ക് നിന്നോട് വല്ലതും ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ അങ്ങ് വിട്ടേക്കാൻ പറയുന്ന സൈസൊന്നുമല്ല. യഥാർത്ഥമായിട്ട് പാപം എന്ത് ചെയ്യും? ഏറ്റുപറയുന്ന കൂട്ടത്തിൽ അവര് സമർപ്പണം ഉണ്ടാകും. സമർപ്പണം ഉണ്ടായിട്ടൊരു അനുതാപം ഉണ്ടാകും. അനുതാപം ഉണ്ടായിട്ടൊരു കരച്ചിലുണ്ടാകും. ആ കരച്ചിൽ കഴിയുമ്പോൾ ഭയങ്കര അഭിഷേകം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകത്തെ നമ്മുടെ പിള്ളേരെല്ലാം എന്ത് ചെയ്യും? അങ്ങ് അഭിഷേകം പ്രാപിക്കും. ഒരല്ലേ പറഞ്ഞേ? അവരെല്ലാവരും അന്യഭാഷയിൽ എന്ത് ചെയ്യും? സംസാരിക്കും. ഈ കൊച്ചു മോനൊക്കെ ദൂത് പറയും. അതുകൊണ്ട് വല്യപ്പനൊക്കെ പേടിച്ച് അവൻ്റെ കൂടെ വരുന്നത്. കാരണം വല്യപ്പൻ വീട്ടിൽ കാണിക്കുന്ന കുരുത്തേടക്കേടൊക്കെ ഇവൻ കോളി വന്നിട്ട് അവിടെ അപ്പച്ചാന്നൊക്കെ വിളിച്ച് വന്നാലും കോളി വരുമ്പോൾ മോനെ എന്ന് വിളിക്കും. പിന്നെ അന്ന് കൊച്ചുമക്കൾ വല്യപ്പന്മാരെ എന്തോ വിളിക്കുമായിരുന്നു? മകനെ എന്ന് വിളിക്കുമ്പോൾ അപ്പം ഞെട്ടുമായിരുന്നു. പണ്ടത്തെ ബന്ധിക്കോസുകാരുടെ കാര്യമാണ് നീ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പച്ചന്മാർക്ക് വരെ കൊച്ചുപിള്ളേരെ വരെ എന്തായിരുന്നു? പേടിയായിരുന്നു. കാരണം അവൻ നല്ല കൃപ പ്രാപിച്ച അന്ന് ഒറിജിനൽ അഭിഷേകമായിരുന്നു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അങ്ങനെ ഒരു കാലഘട്ടം കൊതിക്കുന്നുണ്ടോ? എൻ്റെ തലമുറ ആത്മാവിലാകാൻ കൊതിക്കുന്ന ഇത്ര മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഒത്തിരി ബന്ധിക്കോസാണ്. അതിനിടയ്ക്ക് ഒരു ബന്ധിക്കോസായിട്ട് നിങ്ങൾ പോയിട്ട് കാര്യമില്ല. ഞാൻ പറയാം, എൻ്റെ ജസ്റ്റിനെ നമുക്കൊരു വെറൈറ്റി ഉള്ള സഭ, ഒരു യഥാർത്ഥ പെന്തക്കോസ് ഇവിടെ ഉണ്ടായാൽ ഈ ഹോളൊക്കെ പൊളിച്ചു പണിയേണ്ടി വരും. ഇവിടെ ആത്മാക്കൾ ഇടിച്ചു കയറുമെന്ന്. ഹല്ലേലൂയ. നമുക്ക് ഈ പൊത്തുവരുത്ത പെന്തക്കോസ് ഒന്ന് വിട്ടിട്ട് ഒരു യഥാർത്ഥ പെന്തക്കോസ് അകത്ത് വരാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവർ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് യഥാർത്ഥ വേർപാടുള്ള വിശുദ്ധിയുള്ള ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നോക്കി, യോശുവയുടെ ഓരോ മിനിസ്ട്രിയും വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ റൂട്ട് മാറി വരുമല്ലെങ്കിലും വായിച്ചുകൊണ്ട് പറയുക. ഇന്ന് പെട്ടകം ചുമന്നുകൊണ്ട് യോർദാനിൽ നിന്ന് എന്ന് പറഞ്ഞ എല്ലാ ദിവസവും പെട്ടകം കൊണ്ട് പുള്ളി നടക്കുമല്ല. അത് ഇന്നത്തെ യോർദാൻ വിഭജിക്കാൻ എന്തോ വേണമായിരുന്നു. പക്ഷെ എരികോ പടത്താൻ
പുള്ളി ചെയ്ത പരിപാടി 6 ദിവസം മിണ്ടാതെ യെരിഹോവിനെ ചുറ്റി. 6 ദിവസം മിണ്ടാതെ യെരിഹോവിനെ ചുറ്റി. യെരിഹോവ ഇസ്രായേൽ മക്കൾ നിമിത്തം അധികം ഉറപ്പാക്കിയിരുന്നു. സാധാരണയല്ല, അധികം ഉറപ്പാക്കിയിരുന്നു. 7 ദിവസം മിണ്ടാതെ അതിനെ എന്ത് ചെയ്തു? ചുറ്റി. 6 ദിവസം. 7-ാമത്തെ ദിവസം ഒറ്റയടിക്ക് 7 പ്രാവശ്യം ഇതിനെ ചുറ്റി. 6 ദിവസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് 7-ാമത്തെ ദിവസം ഈസി ആയിട്ട് 7 പ്രാവശ്യം ചുറ്റി. ഇപ്പൊ മൊത്തം എത്ര ചുറ്റി? 13 പ്രാവശ്യം ചുറ്റി. 13 പ്രാവശ്യം ചുറ്റി തീരുകയും ജനം ഒന്നിച്ചൊന്ന് ആർപ്പിട്ടു. യെരിഹോ കോട്ട താണുപോയി. ഈ പുരാവസ്തു ഗവേഷകര് ആരാണ്? അവര് മാന്തി നമ്മുടെ നോഗയുടെ പെട്ടകം കണ്ടായിരുന്നു. എന്നെ കണ്ടു. അരാരാത്ത് പർവ്വതത്തിൽ മറഞ്ഞുപോയ നോഗയുടെ പെട്ടകം അവര് കണ്ടെത്തി. നമ്മുടെ പത്രോസിന്റെ അമ്മായിമ്മ പനിച്ചു കിടന്ന വീടില്ലേ, അതവർ കണ്ടെത്തി. നമ്മുടെ ലാസറിനെ അടക്കിയ കല്ലറയില്ലേ, അതവർ കണ്ടെത്തി. നമ്മുടെ മാർത്തയും മറിയയും ലാസർ എന്ന് പറഞ്ഞ ബെഥാനിയിലെ കൊച്ചു വീടില്ലേ, യേശു സ്ഥിരം വന്നേ, ആ വീട് അവർ കണ്ടെത്തി. പ്രൈസലോ. ബാബേൽ ഗോപുരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. പക്ഷെ ഇന്നുവരെ യെരിഹോ കോട്ട കണ്ടിട്ടില്ല. ഇന്നുവരെ കണ്ടിട്ടില്ല. ദൈവം മറച്ചാൽ, ദൈവം താഴ്ത്തിയാൽ, ഉലകം മൊത്തം നോക്കിയാൽ, വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക, ഉലകം മുഴുവൻ നോക്കിയാൽ അത് കണ്ടെത്തത്തില്ലെങ്കിൽ അപ്പൊ നോക്കിയേ, ഒന്നിച്ചാർപ്പിട്ട് ഒന്നിനെ താഴ്ത്തിയാൽ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവജനത്തിന്റെ വാഗ്ദത്തത്തെ മറച്ച് പിശാച് കെട്ടിയതിനെ ദൈവജനം ഒന്നിച്ചൊന്ന് ആർപ്പിട്ട് താണാൽ പിന്നെ ആയുസ് അത് പൊങ്ങി വരത്തില്ല. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നിനക്കും സഭയ്ക്കും വിരോധമായി പിശാച് കെട്ടി ഉയർത്തിയ ചില കോട്ടകളെ ദൈവാത്മാവ് താഴ്ത്തുന്ന രാത്രിയോ. ഹല്ലേലൂയ. ഉറപ്പുള്ള ശക്തമായ യെരിഹോ കോട്ട ഇവർ പിടിച്ചെടുത്തു. യെരിഹോ കോട്ട, യെരിഹോവിലെ എല്ലാ വസ്തുക്കളും ശാപവസ്തുക്കളായിട്ട് യോശുവ പ്രഖ്യാപിച്ചു. എന്താണ്? ആരും ഈ ശപിക്കപ്പെട്ട ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അവരെല്ലാവരും അതനുസരിച്ചു, കൈയടക്കി. അടുത്തത് ഹായി പട്ടണം. ഏതാണ്? ഹായി പട്ടണം. അപ്പം ആളുകൾ പറഞ്ഞു, യോശുവ നമുക്ക് ഇത്രയും പേരും യെരിഹോവിനെ ചുറ്റി പോകേണ്ട കേസ് ചെറിയ നിസ്സാര കാര്യമാണ്, വലിയ കാര്യമൊന്നും. എൻ്റെ കൂടെ വന്നേ എന്തല്ല ഹായി വലിയ പ്രശ്നമൊന്നും അല്ല, ഇനിയിപ്പോൾ എല്ലാവരും കൂടെ പോകേണ്ട കാര്യമില്ല, ഒരു 10-30,000 പേരെ തിരഞ്ഞെടുത്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. നീ ഒരു വിഷയത്തെയും ചെറുതായി കാണല്ല. ഞാൻ എന്താ പറഞ്ഞ് ദൈവമക്കൾ, ഒരു വിഷയത്തെ യെരിഹോവ് ജയിച്ചത് കൊണ്ട് എല്ലാം ജയിക്കുമെന്ന് ഇതായിരിക്കല്ല. എൻ്റെ കൂടെ പറഞ്ഞ നിങ്ങള്, ഒരു വിജയം കിട്ടിയത് കൊണ്ട്, ഒരു വഴി തുറന്നത് കൊണ്ട്, ഒരു രോഗസൗഖ്യമായത് കൊണ്ട് എല്ലാം ഈസിയാണെന്ന് നീ വിചാരിക്കല്ലേ. നീ വിചാരിക്കുന്നിടത്തോടല്ല കാര്യങ്ങളുടെ പോക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ചെറിയ കാര്യത്തെ പോലും നീ നിസ്സാരവൽക്കരിക്കാതെ അതിന്റെ ഗൗരവത്തോടെ അത് ഏറ്റെടുക്കണം. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ യോശുവ ജനത്തിന്റെ ആലോചന കേട്ടോണ്ട് 30,000 പേരെ തെരഞ്ഞെടുത്തു. 30,000 പേര് അങ്ങോട്ട് പോയപ്പോൾ ഹായിക്കാർ നല്ല കൈകാര്യം ചെയ്തു. 10-36 പേരെ നേരെ ചത്തിമാർ പേടിച്ചെന്ത് ചെയ്തു? ഓടി. പേടിച്ച് ഇന്നലെ ജയിച്ചു, ഇന്ന് തോറ്റ് തുന്നം പാടി. നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ 8 നിലയിൽ പൊട്ടി. അതല്ലേ പറഞ്ഞേ. ഇപ്പം മോശ കവണ് വീണു. ഇതച്ഛാ നേരത്തെ ചെയ്താൽ പോരായിരുന്നു. ഇവിടെ മിണ്ടുന്നില്ല. ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ യോശുവ എന്ത് ചെയ്തു? കവണ് വീണ് കിടന്ന്. ഇത് ഈ യെരിഹോ ജയിച്ചപ്പോൾ ഒന്ന് ചെയ്തായിരുന്നെങ്കിൽ ഈ ബന്ധപ്പാട് ഉണ്ടാകുമായിരുന്നു.
മനസ്സിലായില്ല. നീ തോറ്റു കഴിഞ്ഞല്ല വീഴണ്ടിയേ, കരയണ്ടിയേ, പ്രാർത്ഥിക്കണ്ടേ, 3 ദിവസം ഉപവസിക്കേണ്ടത്, 7 വെക്കേണ്ടത്. തോൽവി മുമ്പിൽ ഉണ്ടെന്ന് കണ്ടിട്ട് ജയിച്ചിരിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ഞാൻ ആവർത്തിച്ച ദൂത് പറയുന്നു, ജയിച്ചിരിക്കുമ്പോൾ നീ പ്രാർത്ഥന തുടർന്നാൽ, കരച്ചിൽ തുടർന്നാൽ, അടുത്ത പരാജയത്തെ നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവര്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചാകണ്ടിയും ചാകുകയും ചെയ്തു, തോക്കണ്ടിയും തോക്കുകയും ചെയ്തു. നാണം കേടും വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കൗണ് വീണം ചെയ്തു, കരഞ്ഞു വിളിച്ചോണ്ട് തമ്പുരാൻ പറഞ്ഞു, നീ എഴുന്നേക്ക, നിന്റെ കുഴപ്പമൊന്നുമല്ല, ജനത്തിൻ്റെ ഇടയിൽ എന്തുകൊണ്ട്? പാപമുണ്ട്. എല്ലാവരും പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. നമ്മൾ യോശുവയുടെ കാര്യം, നിങ്ങളുടെ ഒന്നും കാര്യമല്ല പറയുന്നേ. തോൽവിയുടെ പുറകിൽ എന്തുകൊണ്ട്? എവിടെ? എവിടെ? ജനത്തിൻ്റെ ഇടയിൽ പാപമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാപം യോശുവയ്ക്ക് അത് വെളിപ്പെട്ടില്ല. തമ്പുരാൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ച് കണ്ടെത്ത്. പുള്ളി ചീട്ടിട്ടു. പുള്ളി അന്നത്തെ സിസ്റ്റം ചീട്ടിട്ടു. ചീട്ട് യഹൂദ ഗോത്രത്തിന് വീണു. വീണ്ടും ചീട്ടിട്ടു. ആ ഗോത്രത്തിൽ നിന്ന് ഒരു കുലത്തിന് വീണു. വീണ്ടും ചീട്ടിട്ടു. ആ കുലത്തിൽ നിന്ന് ഒരു കുടുംബത്തിന് വീണ്ടു. വീണ്ടും ചീട്ടിട്ടു. ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ പിടിക്കപ്പെട്ടു. എന്തോ പ്രോസസ്സിങ് ആ നോക്കി. ആദ്യം ഗോത്രം പിടിച്ചു, പിന്നെ ഗോത്രത്തിലെ കുലം പിടിച്ചു, പിന്നെ കുലത്തിലെ കുടുംബം പിടിച്ചു, പിന്നെ കുടുംബത്തിനെ ആൾ പിടിച്ചു. പിടിച്ചപ്പോൾ ആകാൻ രംഗത്ത് വന്നു. ആകാൻ രംഗത്ത് വന്നു. അപ്പൊ യോശുവ വിളിച്ചു, മോനെ നീ എന്താടാ ചെയ്ത്? ഈ യേശുവിൻ്റെ ഒരു സ്വഭാവം യോശുവയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. യോശുവ ഈ യേശു 30 വെള്ളിക്കാശും കൊണ്ട് വന്ന് അത്താഴത്തിന് ഒന്നിച്ചിരുന്ന പുള്ളിയാണ്. ആര്? യൂദ. അത്താഴം കഴിക്കുമ്പോൾ പുള്ളിയുടെ പോക്കറ്റ് എന്നെ കിടപ്പുണ്ട്, 30 രൂപ 30 വെള്ളിക്കാശ് കിടപ്പുണ്ട്. സ്തോത്രം. യേശു ആ കാല് കഴുകുമ്പോൾ ഇവന്റെ സഞ്ചിക്കകത്ത് തന്നെ കിടപ്പുണ്ട്. പറ. ആ പാത്രത്തിൽ ചാറിനകത്ത് ഈ അപ്പം മുക്കുമ്പോൾ പുള്ള കയ്യിൽ തന്നെ കിടപ്പുണ്ട്. ഇന്നേരം കർത്താവ് പറഞ്ഞു, മകനെ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യേ എന്ന് പറഞ്ഞതുപോലെ യോശുവ വിളിച്ചു, മകനെ നീ എന്താ ചെയ്തേ? അവൻ പറഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ മോഹിച്ചു, ഞാൻ എടുത്തു, ഞാൻ കുഴിച്ചിട്ടു. ഇപ്പൊ പുള്ളി ഒരാഴ്ചയായിട്ട് അതിന്റെ മണ്ടയ്ക്ക് പാവിരിച്ച പുള്ളി ഗ്ലോറി വിക്ടറി പറഞ്ഞ് അന്യഭാഷ പറയുന്നത്. ഏതിന്റെ മണ്ടയ്ക്ക്? എരിഹോവിൽ നിന്ന് എടുക്കല്ലെന്ന് പറഞ്ഞ് എടുത്ത് കുഴിച്ചിട്ട് തന്നെ മണ്ടയ്ക്ക് പുള്ളി പാവിരിച്ച് ഭയങ്കര മുട്ടയിരിക്കുക പുള്ളി. എന്നാൽ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മുടെ റാഖേൽ അമ്മച്ചിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു. അമ്മച്ചി ലാബാന്റെ വീടിൽ എടുത്തത് ഒട്ടകപ്പുറത്ത് വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് പുള്ളിക്കരുതി പായിട്ട് ആരാധിച്ചു കളഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അമ്മച്ചി അങ്ങ് ചെന്നില്ല കേട്ടോ. അമ്മച്ചി ഹല്ലേലൂയ എപ്രാത്തിലെത്താൻ അല്പദൂരമുള്ളപ്പോൾ വഴി വെച്ച് വേദനയോടെ പ്രസവിച്ച് വഴി വെച്ച് മരിച്ച് വഴി കുഴിച്ചിട്ടു. ആകാനും വഴി വെച്ച് മരിച്ച് കൽക്കൂനയായി. നിന്നെ വിളിച്ചത് വഴി തീരാനല്ല, നീ വഴി വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ അങ്ങ് ചുംബിച്ചോണം. സന്തോഷമുണ്ട്, കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നീ വഴി വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ഈ തലയിലൊക്കെ കൈവച്ച് നമ്മൾ ദൂത് പറയുന്നതിനേക്കാൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ലേ നല്ലേ? അല്ല, അന്ന് എനിക്ക് ഒരല്ലേ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോശുവയ്ക്ക് ദൈവം ഒരു ശിക്ഷ കൊടുത്തതുപോലെ വേണേൽ പറയാൻ കേട്ടോ. യോശുവയോട് പറഞ്ഞു, നീ ഇന്ന് രാവിലെ എഴുന്നേക്കണം. ആകാൻ തീർന്നല്ലോ. ജനത്തിനുള്ള പാപത്തെ കൽക്കൂനയാക്കി മാറ്റിയിട്ട് യുദ്ധത്തിന് പോവാ, ഹായ് പിടിക്കാൻ പോവാ. ഉടനെ നിന്റെ കയ്യിലെ കുന്തം എടുക്കണം. നിന്റെ കുന്തം നീ രാവിലെ ഹായിക്ക് നേരെ നീട്ടണം. എപ്പം വരെ? ഹായി പട്ടണം മുഴുവൻ പിടിച്ചെടുക്കുന്നത് വരെ, അവിടുത്തെ സകലതും നിർമൂലമാകുന്നത് വരെ കൈതാക്കരുത്. അല്ലേ പറഞ്ഞേ? 7 ദിവസം ഉപവാസം ചിലതിന് നേരെ കൈ ചൂണ്ടണം.
ദൈവാത്മാവ് ദൂത് പറയുകയാണ്, മരുങ്ങാത്ത, ഒതുങ്ങാത്ത, കീഴ്പ്പെടാത്ത ചില മണ്ഡലങ്ങൾക്ക് നേരെ ഹല്ലേലൂയ നീ ആത്മാവിൽ കരം നീട്ടിയാൽ ആ പട്ടണം ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് പകൽ ചില ദൈവം നിന്റെ പക്കൽ ഏൽപ്പിക്കാൻ പോകുക. നീ ഒന്ന് കരം നീട്ടാൻ തയ്യാറായാൽ നമ്മളൊക്കെ ദൈവദാസം പറയുമ്പോ കൈ ഉയർത്തുന്നവരല്ലേ? നമുക്ക് അല്പസമയം കൈ ഉയർത്തിപ്പിടിച്ച് പാട്ട് പാടാമെന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും? എത്ര നേരം ഉയർത്തിപ്പിടിക്കും? ഒരു 5 മിനിറ്റ് ഒക്കെ അല്ലേ? അതിൽ കൂടുതൽ ഉയർത്തിപ്പിടിക്കുമോ? നമ്മുടെ കൈ എന്ത് ചെയ്യും? താഴെ. മോശയുടെ താഴെ, പിന്നെ നിങ്ങളുടെ താഴെ. മോശയുടെ കൈ എന്ത് ചെയ്തു? പിന്നെ അഹരോനും ഹൂരും അപ്പുറം ഇപ്പുറം നിന്ന് പൊക്കി പിടിച്ചുകൊണ്ട് പുള്ളി അങ്ങനെ അവർ ക്ഷീണിച്ച് ഉടനെ വേണ്ടി കല്ലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കൈ വെച്ച് അവരെന്ത് ചെയ്തു? പൊക്കി പിടിച്ചുകൊണ്ട് ഇരുന്നു. അപ്പം നമ്മളൊക്കെ കൈ എന്ത് ചെയ്യും? നമ്മൾ വെറും കൈയല്ലേ പൊക്കുന്നേ? ഇത് കുന്തം കൈ പൊക്കിയേക്കുക. എന്തുവാ? വെറും കൈയല്ല, ഒരു കുന്തം. ഒരു കുന്തത്തിൻ്റെ തൂക്കം 7 കിലോ മുതൽ 30 കിലോ വരെ വരുമെന്നാണ് എഴുതിയേക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്ക് ഈ ശൂലം പോലെ പിടിപ്പിച്ചതെന്നൊക്കെ പിച്ചളയാണ്. പിന്നെ ഇടയ്ക്ക് ഈ റൗണ്ടിലുള്ള കെട്ടുകളൊക്കെ അതെല്ലാം പിച്ചളയാണ്. കണ്ടാൽ നമുക്ക് സ്വർണം പോലൊക്കെ തോന്നും. അതിനെല്ലാം ഭയങ്കര വെയിറ്റാണ്. അതിനെല്ലാം ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ഇതൊക്കെ പിടിപ്പിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ തൂക്കം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു സാധനം ഇങ്ങനെ പൊക്കിപ്പിടിച്ചോണ്ട് ഹായ് മൊത്തം നിർമൂലമാക്കുന്നത് വരെ പിടിക്കാന്ന് പറഞ്ഞാൽ ചെറിയ പണി വല്ലതും ഉണ്ടോ? പറഞ്ഞേ. ഈ അങ്ങോട്ട് കയറിപ്പോയത് വെറും കൈയോടാ മോശ. ഇറങ്ങി വന്ന് 2 കൈക്കകത്ത് എന്തോ പിടിച്ചോണ്ടാ? അഗ്നിമയമായ പ്രമാണം പിടിച്ചോണ്ട്. താഴെ വന്നപ്പോൾ പുള്ളിക്ക് വലിയ മുടക്കൊന്നും ഉണ്ടായില്ലേ, എറിഞ്ഞോട് കളഞ്ഞു. പക്ഷെ ഇനിയും പ്രമാണം വേണം തമ്പരാൻ താഴെ നിന്ന് ചെത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു. മേലി വന്നപ്പോൾ ഞാൻ ചെത്തി ഒരുക്കി പ്രമാണം ചെയ്താൽ നിനക്ക് വലിയ മുടക്കൊന്നും വന്നില്ലല്ലോ, നിനക്ക് പൊട്ടിക്കാനൊക്കെ എന്തോ ഈസിയായിരുന്നു. ഹലോ, ഇനിയും വേണമെങ്കിൽ തരാം, പക്ഷെ നീ താഴെ നിന്ന് ചെത്തി എന്ത് ചെയ്യണം? ഒരുക്കി കയറ്റിക്കൊണ്ട് വരണം. ഈ കല്ലും കൊണ്ട് കയറിക്കൊണ്ടൊക്കെ പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നവരൊന്നും അല്ലേ കേട്ടോ. പ്രമാണം ഇവിടെ 2 കൽപ്പലക താഴെ വെച്ച് ചെത്തി ശരിയാക്കി ചുമന്ന് കയറി എന്ത് ചെയ്തു? അപ്പൊ ഒരിക്കൽ ചെയ്യുന്ന തെറ്റിന് ശിക്ഷയുണ്ട്. പ്രാർത്ഥിക്കാതെ ഹായി പിടിക്കാൻ വിട്ടോന് കവണ് വീണുകൊണ്ട് കേസ് തീർന്നില്ല, അവൻ്റെ ശിക്ഷ കൊടുക്കണം. അവർ യുദ്ധം ചെയ്യും, നീ ഇങ്ങനെ നിന്നോണം. മനസ്സിലാകുന്നുണ്ടോ? ഈ പട്ടണത്തെ പിടിക്കണമെങ്കിൽ നമ്മൾ ഈ പട്ടണത്തിന് നേരെ ആത്മാവിൽ വിരൽ ചൂണ്ടണം. ചില കുടുംബങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തന്നെ സഭയുടെ ആ മുന്നേറ്റവും ആ വളർച്ചയും ഒക്കെ തടയുന്ന ചില വ്യാപാരം ഉണ്ടല്ലോ. പണ്ടത്തെ ഒഴുക്കിപ്പുണ്ടോ? പണ്ടത്തെ ഒഴുക്കുണ്ടോ? ഇല്ല. പണ്ടത്തെ ആത്മാക്കളുടെ വരവുണ്ടോ? ഇല്ല. പണ്ടത്തെ സ്നാനമുണ്ടോ? ഇവിടുത്തെ ആരുടെയും കുഴപ്പമില്ല, തടഞ്ഞതാ. ആ തടഞ്ഞതിനെ നീ കരം ചൂണ്ടണം. ആത്മാക്കളുടെ വരവിനെ തടഞ്ഞ, ആരാധന ഉയർച്ചയെ തടഞ്ഞ, ദേശത്തിന്റെ ആധിപത്യങ്ങൾക്ക് നേരെ നീ ആത്മാവിൽ കരം ചൂണ്ടിയാൽ, ഓ വിശ്വസിക്കുന്നവര് മാത്രം ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. ദേശത്തിന്റെ ആധിപത്യങ്ങൾ കീഴ്പ്പെടുന്നത് വരെ, നിർമൂലമാകുന്നത് വരെ. ഒരു നല്ല അല്ലല്ലേ പറഞ്ഞു. നമ്മൾ പലപ്പോഴും വ്യക്തികളെ കാണുകയാണ്. വ്യക്തികളെ, ആ ഗ്രൂപ്പിന്റെ നേതാവ് അവനാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ അവന് നേരെ പോരാടും. അവനല്ല പ്രശ്നം. നിങ്ങൾ അവനെ വിട്ടേ, അവനെ വിട്ടേ. അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. കടലിൽ തിരയിളകി പടക് മുങ്ങുമാറായി അടിച്ചു കയറി കർത്താവ് എഴുന്നേറ്റിട്ട് കാറ്റിനെയാ ശാസിച്ച്. തിരയല്ല വിഷയം, തിരയുണ്ടാകാൻ കാരണമായൊരു ശക്തിയുണ്ട്, അത് കാറ്റാ. കർത്താവിന് മനസ്സിലായി മറഞ്ഞു നിന്ന് കളിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കെതിരെ, ആത്മാക്കളുടെ വിടുതലിനെതിരെ, സഭയുടെ ആത്മീക മുന്നേറ്റങ്ങൾക്കെതിരെ, നിന്റെ ദൃശ്യ മണ്ഡലത്തിന് കാണാൻ കഴിയാത്ത മേഖലകളിൽ മറഞ്ഞു നിന്ന് വ്യാപരിക്കുന്ന പോരുകളെ ഈ ഒന്നാമത്തെ രാത്രിയിൽ നീ ആത്മാവിൽ ശാസിക്കാൻ തയ്യാറായാൽ, ഓ
ഓ, വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ആഴമായ ചില വിടുതലുകൾ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ യെരിഹോ ശാസിക്കുന്നതിന് മുമ്പേ ഈ യോർദാന്റെ കീഴിലേക്കുള്ള ഒഴുക്കുണ്ട്. മണ്ടക്കത്തെ ഒഴുക്ക് എല്ലാവരും കാണാം. മണ്ടക്കത്തെ ഒഴുക്ക് കാണാം. നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ പമ്പയിലൊക്കെ വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് അറിയാതെ എന്ന് കുളിക്കാൻ ചാടും. പക്ഷെ അതിനടിയിൽ എന്തുണ്ട്? ഒഴുക്കുണ്ട്. അവിടെ മുങ്ങുന്നേ കണ്ടു. പിന്നെ അവനെ പൊക്കിയത് മാരാമണ്ണ കടയിൽ വെച്ച റാന്നിയിലാണ് അവൻ താണെ. ആറ്റിലോട്ട് വെള്ളം ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? മേലൊഴുക്ക് എല്ലാവർക്കും കാണാം, അടിയൊഴുക്കാർക്കും കാണത്തില്ല. അതിന് തമ്പുരാൻ പറഞ്ഞു, യോശുവയെ ആദ്യം യെരിഹോ വല്ല പിടിക്കേണ്ടത്, ആദ്യം മറഞ്ഞ ഈ കീഴൊഴുക്കിനെ തടയണം. എന്നിട്ട് അടി കിടക്കുന്ന കുറച്ചുണ്ട്, അതിനെ പൊക്കിയെടുത്ത് നാട്ടിൽ നിർത്തണം. ഹല്ലേലൂയ. എന്നിട്ട് വേണം നീ അടുത്ത പരിപാടിക്ക് പോകാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മിക ദൃഷ്ടി ഇന്ന് രാത്രിയിൽ, ഉപവാസത്തിന്റെ പ്രഥമ രാത്രിയിൽ, നിനക്ക് കാണാൻ കഴിയാത്ത മേഖലകളിൽ കൂടെ അടിയൊഴുക്കുകളുണ്ട്. അടിയൊഴുക്കുകളെ, ആത്മാക്കളെ ഒഴുക്കിക്കൊണ്ടു പോകുന്ന, കൃപാവരങ്ങളെ ഒഴുക്കിക്കൊണ്ടു പോകുന്ന, പ്രാർത്ഥനാ ജീവിതത്തെ ഒഴുക്കിക്കൊണ്ടു പോകുന്ന ചില അടിയൊഴുക്കുകളെ നിന്റെ ഉള്ളങ്കാല് ചവിട്ടി ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ കാല് ചവിട്ടി ആ പോരിനെ എന്ത് ചെയ്തു? വേഗത്തിൽ നിന്റെ കാൽക്കീഴെ ഞാൻ നിന്റെ ശത്രുവിനെ മെതിച്ചു കളയും എന്ന വചനം പോലെ യോശുവയുടെ കാൽക്കീഴെ, പുരോഹിതന്മാരുടെ കാൽക്കീഴെ യോർദാന്റെ ശക്തിയെ ബന്ധിച്ചു. യെരിഹോവിന്റെ കോട്ടയെ ചുറ്റും നടന്ന് അതിനെ ഇടിച്ചു താഴ്ത്തി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇപ്പൊ ഈ 7 ദിവസത്തെ പകലത്തെ പ്രാർത്ഥന രാവിലെ 10 തൊട്ട് 1 മണി വരെ കഴിഞ്ഞിട്ട്, വൈകിട്ടത്തെ ഒരു 6:30 തൊട്ട് 9 വരെ കഴിഞ്ഞിട്ട്, പിന്നെ നിങ്ങളെല്ലാം കൂടെ 3-4 വണ്ടിയെ കയറി നേരെ വീട്ടിൽ പോകാതെ ഈ പട്ടണത്തെ റൗണ്ട് ചെയ്യണം. ഒരു റേഞ്ച് കവർ ചെയ്യണം. AC ഇടല്ല, ചില്ല് താക്കണം വണ്ടിയുടെ. എന്നിട്ട് കൈ വെളിയിലോട്ടിടണം. എന്നിട്ട് ആത്മാവിൽ ചൂണ്ടണം. മനസ്സിലാകുന്നുണ്ടോ? ബൈക്കുള്ള ഒരു ബൈക്കേ കയറിയിട്ട് ഒരുത്തൻ ബൈക്കെ 2 കാലിലും പിടിക്കണം കേട്ടോ. പുറകിരിക്കുന്ന കൈ 2 വിടണം. വിട്ട് അവൻ കൈ ചൂണ്ടണം. വലയം വെക്കണം. പട്ടണം വീഴും. ദേശം പിടിപ്പിക്കപ്പെടും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അത് കഴിഞ്ഞാൽ ചിലതിന് നേരെ നീ കുന്തമോങ്ങണം. ഹല്ലേലൂയ. ആത്മാവിൽ ചൂണ്ടണം. യോശുവ സൂര്യനെ ചൂണ്ടി, ചന്ദ്രനെ ചൂണ്ടി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. യൂണിവേഴ്സിറ്റി ലെവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ കർത്താവ് പറഞ്ഞ് ചെയ്യാനുള്ള കൃപയുണ്ട്. എൻ്റെ ആ സന്തോഷം, ഇവനും വിവരവും വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഈ പണി ഈ മണ്ടത്തരം കാണിക്കുമോ? അല്ല, ഇച്ചിരി സയൻസൊക്കെ പഠിച്ചായിരുന്നു ഈ പണി കാണിക്കുമോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കർത്താവ് ഈ പോഷന്മാരെ തിരഞ്ഞെടുക്കുന്നത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനാണ്. ഇന്ന് രാത്രി ചില പോഷരെ വേണം കേട്ടോ. കർത്താവ് പറയുന്നത് ചെയ്യാൻ കരുത്തുള്ള ചില പോഷരെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇച്ചിരി വിദ്യാഭ്യാസം, ഒരു MDHO ഒരു ഡോക്ടറേറ്റ് ഉള്ള ആൾ വല്ലതും ആയിരുന്നു യോശുവെങ്കിലും ഒരിക്കലും സൂര്യനെ നേരെ ചെയ്തില്ല. എന്നിട്ട് വെച്ചാ എന്തോ വിവരക്കേട കാണിക്കുന്നത്. കത്തി എരിഞ്ഞ് നിൽക്കുന്ന സൂര്യന് നേരെ വിറഞ്ഞുകൊണ്ട് പറയാ,
ഞാൻ പറയുന്നവരെ എവിടെ നിൽക്കണം? സൂര്യൻ ചോദിച്ചു എപ്പം വരെ അടാവുകയെ? ചന്ദ്രൻ ചോദിച്ചപ്പോഴാ അതെന്റെ യുദ്ധം ജയിക്കുന്നതിന് വരെ. ടൈം ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് ക്ലോക്കും വാച്ചും ഐഫോണും ഒന്നുമില്ല. സോദരൻ പറഞ്ഞേ, അല്ലേ പറഞ്ഞേ? എനിക്കതൊന്നുമില്ല. പക്ഷേ എന്റെ യുദ്ധം എപ്പം ജയിക്കും അപ്പം വരെ നിൽക്കണം. ഒരല്ലേ പറഞ്ഞേ? മനസ്സിലാകുന്നുണ്ടോ? എന്റെ വിഷയത്തിന് പരിഹാരം എപ്പോഴാണോ അതുവരെ നീ നിശ്ചലമാകണം. ഈ രാത്രി ആത്മാവിന്റെ അധികാരം യൂസ് ചെയ്യാൻ വിശ്വസിക്കുന്നവര് മാത്രം സൗരയൂഥങ്ങളെ നിശ്ചലമാക്കുന്ന ഒരു അഭിഷേകം. യോശുവയുടെ കൂടെ ഉള്ള ആള് പറയും, അല്ലെങ്കിൽ ഈ ബന്ധുക്കോസുകാരന്മാർക്ക് വിവരം വെള്ളിയാഴ്ച ഒന്നും പറ. വിവരമുള്ളതാണ് ഈ പണി കാണിക്കുമോ? സ്തോത്രം. യോശുവയുടെ യുദ്ധം ജയിക്കുന്നത് വരെ സൂര്യൻ നിശ്ചലമായി, ചന്ദ്രൻ നിശ്ചലമായി. എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം? സൗരയൂഥം എന്ന് പറഞ്ഞ ഗാലക്സി നിശ്ചലമായില്ലേ? ചന്ദ്രൻ മാത്രം കറങ്ങാതിരിക്കുകയും നമ്മുടെ ഭൂമി കറങ്ങാൻ കൂടെ ആരുന്നെങ്കിൽ തമ്മിൽ കൂട്ടിയിടിക്കത്തില്ലേ? ബാക്കി നവഗ്രഹങ്ങൾ ഇടിച്ച് തകരത്തില്ലേ? ഈ ഗാലക്സി പൊളിയത്തില്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരാണോ നിന്നേ? ഒരു ഗാലക്സി നിശ്ചലമായി. ഒരു മനുഷ്യൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമോ? പറ സംഭവിക്കുമോ? പിന്നെ നിന്റെ ക്യാൻസർ ആണോ വിഷയം? നിന്റെ ട്യൂമറാണോ വിഷയം? നിന്റെ ലുക്കേമിയാണോ വിഷയം? ഹലോ, നിന്റെ വഴി തുറക്കുന്നതാണോ വിഷയം? എടാ, സൗരയൂഥം നിശ്ചലമാക്കാമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മുന്നിലുള്ള വിഷയം എത്ര വലുതായാലും വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിച്ച് അസാധാരണമായ വീര്യപ്രവർത്തികൾ. കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഇന്ന് രാത്രി നിന്നെ ദൈവം ഉപയോഗിക്കും. നീ കൽപ്പിക്കുന്ന പോലെ ദൈവം ചെയ്യും. നീ പറയുന്നത് പോലെ ദൈവം ചെയ്യും. നീ ഒട്ടും സംശയിക്കാതെ, ഒട്ടും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ പറയുമോ, ദൈവം അത് ചെയ്യാൻ തയ്യാറാ. ഒരു നല്ല അല്ലല്ലേ പറഞ്ഞേ? ഇന്നലെ ഇങ്ങനെ യോർദാന്റെ ഉണ്ടായെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പുള്ളി യോർദാന്റെ അടുക്ക നിൽക്കുകയല്ല. ഇന്നലെ എരിഹോ കോട്ട ഇടിഞ്ഞെന്ന് പറഞ്ഞ് ജീവിതകാലം മൊത്തം എരിഹോ കോട്ടയുടെ കാര്യം കൊണ്ട് നിൽക്കുകയല്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ സൂര്യചന്ദ്രന്മാരെ ചൂണ്ടെന്ന് പറഞ്ഞ് പുള്ളി ആ ശുശ്രൂഷയും കൊണ്ട് നടക്കുകയല്ല. അടുത്ത ദിവസം പുള്ളി കുന്തമെടുത്തു. സ്തോത്രം. ജനം മുഴുവൻ യുദ്ധം, ഒരു മനുഷ്യൻ കുന്തം പൊങ്ങി നിൽക്കുക. എപ്പം വരെ? കൈ താത്തിട്ടില്ല. കൈ എപ്പോഴാ താന്നറിയാമോ? കൈ നിർമൂലമായെന്ന് തൻ്റെ കാതിലൊരുത്തൻ ഓടി വന്ന് പറഞ്ഞപ്പോ കുന്തം താത്തു. ഈ ഉപവാസത്തിന്റെ പ്രാർത്ഥന 2 മണിക്കൂർ നിർത്തരുത്, 4 മണിക്കൂർ നിർത്തരുത്. അടുത്ത 7 ദിവസങ്ങൾ പ്രാർത്ഥനയായിരിക്കണം. സഭ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പ്രസംഗം ഇച്ചിരി കുറഞ്ഞോട്ട് പാസ്റ്ററേ, പ്രാർത്ഥനയ്ക്ക് തയ്യാറായാൽ ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുകയാ, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. അന്ന് ദൈവം യോശുവയെ ജനത്തിന്റെ മുമ്പിൽ വെച്ച് വലിയവനാക്കി. കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞേ? ഇന്ന് നിന്നെ ഞാൻ വലിയവനാക്കാൻ തുടങ്ങും. അന്ന് ദൈവം യോശുവയെ വലിയവനാക്കി. ജനം കാങ്കെ പറഞ്ഞത് ദൈവമല്ലേ? വളർത്താമൻ ദൈവമല്ലേ പറഞ്ഞേ? ഉയർത്താമൻ ദൈവമല്ലേ പറഞ്ഞേ? വിടിവിക്കാമൻ ദൈവമല്ലേ പറഞ്ഞേ? വഴി തുറക്കാമൻ ദൈവമല്ലേ പറഞ്ഞേ?
ശൂന്യത മാറ്റുവൻ ദൈവമല്ലേ പറഞ്ഞവൻ വിശ്വസ്തനാണെങ്കിൽ ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ അത്ഭുതകരമായ വഴി തുറക്കാൻ എന്റെ ദൈവം ശക്തനെന്ന് ഉറപ്പുള്ളവര് ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് യേശുവിന്റെ മഹത്വം ഇറങ്ങുകയാ. കരവും ശബ്ദവും നല്ലൊരു അല്ലുലിയെ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് പറയും ദൈവദാസനെ, സഭയെ ദൈവം ദേശത്ത് മാനിക്കാൻ പോവാ. ശുശ്രൂഷകരെ വലിയവരാക്കാൻ തുടങ്ങുകയാണ്. ഇതിനകത്തുനിന്ന് ചിലരെ ദൈവം വേർതിരിക്കാൻ പോകുകയാണ്. കൃപാപരമുള്ള ചിലനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ദൂതുകളുള്ള ചിലനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഇത് മതിലിന്മേൽ പടരുന്ന ഒരു യോസഫിനെ പോലെ ദേശത്ത് പടരാൻ പോകുകയാ. ഒതുങ്ങിപ്പോയെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, വളർച്ച മുരടിച്ചെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, ഒതുക്കി എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ആ പോരിനെ അഴിച്ച് ദൈവം തന്റെ ജനത്തിനൊരു മുന്നേറ്റം കൽപ്പിക്കുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം ഇന്ന് രാത്രിയിൽ ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പോരുകൾ അഴിയട്ടെ, പോരുകൾ അഴിയട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊട്ടി വളരുന്നത് പോലെ തുടരാ മനത രകല. എനിക്കറിയത്തില്ല, മുറിച്ചടത്ത് വെച്ച് പൊട്ടിക്കിളുക്കാൻ പോകുകയാ. മുറിച്ചടത്ത് വെച്ച് പൊട്ടിക്കിളുക്കാൻ പോകുകയാ. ആരൊക്കെയോ അസൂയ പൂണ്ട് മുറിച്ചു കളഞ്ഞ മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം പൊട്ടിക്കിളിച്ചു വരുന്നത് പോലെ, ഓ ഹല്ലേലൂയ, ശിഖരങ്ങൾ ഉണ്ടാകുന്നത് പോലെ. യെസ്, ഈ ഒന്നാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ മഞ്ഞ് പെയ്തിറങ്ങുകയോ. തീരമാന ധൂടാരാജ വൈഡാവേദ ഹർത്താരമന നിഗല രഗദ രൗഡ റിബലെ ഹർത്തരജാലക ധീവന ബലവ ശൈനമനാധുര. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദൂത് എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? എൻ്റെ ദിവസം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു 21 ഇരുന്നേ. ഞാൻ 5-ാം തീയതി UK പോകേണ്ടയാ. 5-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെ UK 5 പ്രധാന കൺവെൻഷൻ. 30-ാം തീയതി ദൈവം അനുസരിച്ച് തിരിച്ച് നാട്ടിൽ വരണം. 4-ാം തീയതി രാത്രി എത്തിക്കാതിൻ്റെ ഫ്ലൈറ്റ് കമ്പനിക്കാർ വിളിച്ചു പറഞ്ഞു, ഫ്ലൈറ്റ് ക്യാൻസലാണ്, എയർപോർട്ടിൽ അടച്ചു, പോകാനൊക്കത്തില്ല, ടിക്കറ്റ് ക്യാൻസലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് UK വിളിച്ചു പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് വരാനായിട്ട് ഒക്കത്തില്ല, ഫ്ലൈറ്റെല്ലാം എന്ത് ചെയ്തു, ക്യാൻസലായി. ഈ യുദ്ധത്തിൻ്റെ കാര്യം പറയും. അപ്പോൾ ഈ UK പോകുന്നതുകൊണ്ട് പ്രോഗ്രാം നാട്ടിൽ എടുത്തിട്ടില്ല. 5-ാം തീയതി കഴിഞ്ഞു, 6 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 8-ാം തീയതി ഒരു ഞായറാഴ്ചയാണ്. 8-ാം തീയതി ഞായറാഴ്ച പ്രാർത്ഥിച്ചു ദൈവം പറഞ്ഞു ഉപവസിക്കണമെന്ന് പറഞ്ഞു. അതിനെ നിന്നെ വിടാഞ്ഞെന്ന് പറഞ്ഞു. നീ അങ്ങ് ഭയങ്കര തിരക്കായിട്ട് ഓടി നടക്കുമല്ലേ, പ്രാർത്ഥിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 8-ാം തീയതി രാവിലെ പറഞ്ഞു നമുക്ക് ഇന്ന് തൊട്ട് ഉപവാസമാണ്. 29-ാം തീയതി വരെ നേരത്തെ തീരുമാനിച്ചൊന്നുമില്ല, അങ്ങ് ഉപവാസം പൊയ്ക്കോ. ഞങ്ങളുടെ ജോജുവും സിബിനും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉപവാസം ചെയ്തു. എല്ലാ പ്രാവശ്യവും ഉപവാസത്തിന് ഞാനിങ്ങനെ പകലും വൈകിട്ടും ശക്തരായ ദൈവദാസന്മാരെ വിളിച്ച് അവർക്ക് ശുശ്രൂഷിക്കാൻ സമയം കൊടുത്ത് 21 ദിവസം 42 പാസ്റ്റർമാർ ഒക്കെ പ്രസംഗിക്കുന്നു. 3 ദിവസം വെച്ച് പാട്ട് ഗ്രൂപ്പ് വേറെ വേറെ. ഞാനിവർക്കെല്ലാം വെച്ചും വിളമ്പിയും കൊടുത്ത് കൊണ്ടാടുന്നു, വണ്ടിയൊക്കെ കയറ്റി വരണം, തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഭയങ്കര തിരക്കിൽ. അങ്ങനെയൊക്കെയാണ് സാധാരണ. ഉപവാസം വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും വലിയ സമയമൊന്നും കിട്ടാറില്ല. ഇന്ന് പ്രാർത്ഥിച്ചു വൈകിട്ട് വന്നവരൊന്ന് കൈപ്പൊക്കിക്ക്. 4 പേരുണ്ടല്ലോ, അത് കൈകാത്ത അല്ല, ഞാൻ നമ്മുടെ വിഷമിപ്പിക്കല്ലേ കേട്ടോ. ഓക്കെ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ പ്രാർത്ഥിച്ചോർന്ന് കൈപ്പൊക്കിക്ക്. എന്നെ കാണിക്കാൻ വേണ്ടി കൈപ്പൊക്കല്ലേ, കുഴപ്പമില്ല. ഇന്ന് വൈകിട്ടോട് തുടങ്ങിയാൽ മതി. ഇന്നലെ വരെ ചെയ്തിരുന്നുള്ള വിഷയമല്ല, ഇന്ന് വൈകിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. പ്രൈസലോ. അപ്പം ഞങ്ങളുടെ യോഗത്തിനൊരു മാറ്റം വരുത്തി. പകല് പൊതുയോഗം വെച്ചു. കാരണം ഈ ദൂത് കേൾക്കാൻ വരുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്കിപ്പോൾ എത്ര പ്രസംഗിച്ചാലും തലേ കൈവച്ച് 2 ദൂത് പറഞ്ഞാൽ നിങ്ങളുടെ ഇരിപ്പും മുഖവും കാണുമ്പോൾ ഞങ്ങൾക്ക് കാര്യം അറിയാം.
അതനുസരിച്ച് വന്നിട്ട് 2 ഡയലോഗ് അടിച്ചാൽ നിങ്ങൾ തുള്ളുമെന്ന് ഞങ്ങൾക്കറിയാം. നമ്മളിത് കുറച്ച് കാലമായിട്ട് സൈക്കോളജി അല്ലേ. ഒരല്ലേ പറഞ്ഞ് നിങ്ങളെ എങ്ങനെ തുള്ളിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. സ്തോത്രം. തുള്ളി നരകത്തിൽ പോകുന്നതിനെ കാട്ടില്ലേ തുള്ളിയില്ലേലും അങ്ങ് പോകുന്നതല്ലേ നല്ലേ. ഒരല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾ ചെയ്ത പരിപാടി എൻ്റെ ദൈവദാസനെ പകൽ യോഗം വെച്ചു, രാത്രിയിൽ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ മാത്രം വരാൻ പറഞ്ഞു. അപ്പോൾ പകൽ 100, 150, 200 വന്നിടത്ത് വൈകിട്ട് 20 പേര് 21 പേരൊക്കെ വന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ആ 21 പേരെ കൊണ്ട് കസാറയെല്ലാം മാറ്റിയിട്ട് കോഡ് വന്ന പിന്നെ കൊച്ചു പിള്ളേർ വരെ കസാറയിൽ കാലുമേ വെച്ചിരിക്കുകയല്ലേ. പിള്ളേരുൾപ്പെടെ എല്ലാവരും വന്നോരെന്ത് ചെയ്തു, റൗണ്ടിൽ അങ്ങോട്ട് നിലത്ത് ഇരുന്നു. ഒരാൾ വിഷയങ്ങൾ പറയും, ഒരാൾ പ്രാർത്ഥിക്കും, ബാക്കി മുഴുവൻ പേരും പ്രാർത്ഥനയിൽ ജാഗരിക്കും. പ്രാർത്ഥന കഴിയുമ്പോൾ സ്തോത്രം ചെയ്യും, മറുപടി കിട്ടിയതിനായി സ്തോത്രം ചെയ്യും. അങ്ങനെ 21 ദിവസം വൈകിട്ട് എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ എഴുതി വെച്ച പ്രാർത്ഥന മുഴുവൻ വിഷയങ്ങൾക്കും ഒരെണ്ണം ബാക്കി വെക്കാതെ മറുപടി ആണ്. എൻ്റെ ജസ്റ്റിനെ ഞാൻ എത്ര 40 എടുത്താ, എത്ര 21 എടുത്താ, അന്നൊന്നും കിട്ടാത്ത വിടുതൽ. ആരുടെയും ഫോട്ടോ ഉള്ള ഫ്ലക്സ് ഒന്നും വെച്ചില്ല. ഞങ്ങൾ ബ്ലസ് റാന്നി അടിച്ചില്ല. ഹലോ, ഇതെല്ലാം അടിക്കുമ്പോൾ പിശാച് അറിയുക അവൻ ബ്ലസ് റാന്നി വെച്ചെന്നുള്ളത്. സ്തോത്രം. ഞങ്ങൾ ആരും അറിയാതെ അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങി കേട്ടോ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ച ദൈവം പറഞ്ഞു വീണ്ടും ഒരു വ്യാഴം വെള്ളി ശനി ഞാൻ ഇരിക്കടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കർത്താവേ ഷുഗറൊക്കെയാ, ഇരിക്കാൻ പറഞ്ഞിരുന്നു. വ്യാഴം വെള്ളി ശനിയാർ പിന്നെയും എന്നേരവും വൈകിട്ട് പ്രാർത്ഥന. ഇപ്പം ഞങ്ങളുടെ സഹോദരന്മാർ ഡെയിലി പ്രാർത്ഥനയായി. സഭ ഒരു പ്രാർത്ഥന അന്തരീക്ഷമായി. ഒരല്ലി പറഞ്ഞ് ഈ 7 ദിവസം കൊണ്ട് എല്ലാവരും പ്രാർത്ഥനക്കാരാണ്. അപ്പം ഞങ്ങളുടെ ചേർത്തക്ക സഭയിൽ ഈ പിള്ളേർക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പക്ഷേ അതിനിടയ്ക്ക് ഒരു 12 വയസ്സ്, ഒരു 15-ാം ക്ലാസ് 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. അവൾ നല്ലപോലെ പ്രാർത്ഥിക്കും. അവിടെ പേരെന്താ പറഞ്ഞേ, നാൻസി. ഞാൻ പറഞ്ഞു നാൻസി കുഞ്ഞുങ്ങളെ എല്ലാം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, ഞാൻ അച്ഛന്മാരെ നിന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അവൾ പിള്ളേരെല്ലാം കൂടെ റൗണ്ട് ഇരുത്തി പ്രാർത്ഥിപ്പിക്കാന്ന് തുടങ്ങി. ഇപ്പൊ പിള്ളേരെല്ലാം പ്രാർത്ഥനക്കാരായി. ഒരല്ലേ പറഞ്ഞ് പിള്ളേർക്ക് മനസ്സിലായി ഞങ്ങൾക്കും സഭയ്ക്കകത്ത് ചെറിയ റോളുണ്ടെന്ന്. പക്ഷെ പിള്ളേർക്ക് ഒരു റോളും ഇല്ലല്ലോ. BBS ഇല്ലേ പിള്ളേർക്ക് ഒരു റോളും? പറ. ഇപ്പൊ പിള്ളേർക്ക് മനസ്സിലായി സഭയ്ക്കകത്ത് പിള്ളേർക്കും എന്തോ ഉണ്ട്, ഒരു റോള് ഉണ്ട്. എന്നും പ്രാർത്ഥിക്കുന്ന കോൺട്രാക്ട് എടുത്ത് 2 അമ്മാമ്മയും 2 അച്ചായനുണ്ട്. അതൊക്കെ മാറി. ആ അമ്മാമ്മ വന്നില്ലേ നമ്മുടെ കഷ്ടകാലം. ആ ആഴ്ച പ്രാർത്ഥിക്കാൻ ആരും കാണത്തില്ല. സ്വർഗത്തിൽ 1/2 മണിക്കൂർ മൗനത വന്ന പോലെ. ഒരല്ലേ പറഞ്ഞേ ആർക്കും ഇത് കോൺട്രാക്ട് കൊടുക്കല്ലേ പാസ്റ്ററെ. എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലേ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞമ്മ ഇപ്പൊ പ്രാർത്ഥിക്കുമെന്ന് പറയണം. അല്ലെ നമ്മുടെ നാൻസി ഇപ്പൊ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഒരല്ലേ പറഞ്ഞേ നമ്മുടെ സഭ പ്രസംഗ സഭയായി മാറുമെന്നല്ല പറഞ്ഞേ. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രസംഗാലയമായി മാറുമെന്നല്ല പറഞ്ഞേ. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമായി മാറും. ഒരല്ലേ പറഞ്ഞേ സഭ പ്രാർത്ഥനാലയമായി മാറിയാൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? സഭ പ്രാർത്ഥനയ്ക്കായി തയ്യാറായാൽ. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ് കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം, ബാക്കി നിങ്ങൾ പറ, ഉറക്കെ പറ. ഇനി PC ചെറിയാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ സഭയെ ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞൊന്നും പറയല്ലേ. പൗലോസ് പറയാണ് കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം നീ വന്ന് പാട്ട് പാടുകയാണെങ്കിൽ കൊയറുകാരെ പേടിച്ച് പാടരുത്, പാസ്റ്ററെ പേടിച്ച് ഹല്ലേലൂയ പറയല്ലേ, ഗസ്റ്റ് പാസ്റ്ററെ പേടിച്ച് കൈയടിക്കരുത്. യേശുവിനോട് സ്നേഹമുണ്ടെ വന്നാൽ മതി, യേശുവിനോട് സ്നേഹമുണ്ടെ പാടിയാൽ മതി, യേശുവിനോട് സ്നേഹമുണ്ടെ കൈയടിച്ചാൽ മതി, യേശുവിനോട് സ്നേഹമുണ്ടെങ്കിൽ സ്തോത്രം ചെയ്താൽ മതി. നീ ഇവിടെ വരുന്നത് യേശുവിനോട് സ്നേഹം ഉണ്ടായിട്ടാ. ഒരു നല്ല പറഞ്ഞേ മറ്റാരും നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നിനക്ക് വേണ്ടി സ്വർഗം വെടിഞ്ഞത്, നിനക്ക് വേണ്ടി പ്രാണനെ ത്യജിച്ചത്, നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്നത്, ഓ ഹല്ലേലൂയ, നിന്റെ നിത്യ ശിക്ഷ മാറ്റി നിത്യ രക്ഷ ഒരുക്കിയത് യേശുവാ. ഞങ്ങളുടെ കാനമച്ചൻ മരിക്കുന്നതിന് മുമ്പേ പണ്ട് പ്രസംഗിച്ചവൻ പറഞ്ഞു, ഞാൻ ചെല്ലുമ്പോൾ കർത്താവ് നരകത്തിലാണെന്നിരിക്കട്ടെ, എനിക്കിഷ്ടം അവിടെ പാന. കർത്താവ് സ്വർഗത്തിലാണെങ്കിൽ എനിക്കിഷ്ടം അവിടെ പാന. സ്വർഗം കണ്ടല്ല ഞാൻ ഇറങ്ങിയത്, നരകം പേടിച്ചുവല്ല ഞാൻ ഇറങ്ങിയത്, യേശുവാണ് എനിക്ക്.
എന്റെ യേശു എവിടെ ഉണ്ടോ അവിടെ എനിക്ക് പോയാൽ മതി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ എല്ലാം യേശു ആയിരിക്കണം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, എനിക്ക് മറ്റൊന്നും അറിയണ്ട, എനിക്ക് മറ്റൊന്നും. ക്രൂശിക്കപ്പെട്ടവനായ എന്റെ യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ പാർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിനെ കുറിച്ചല്ലാതെ? ഓ, എന്റെ ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുകയാണ്. ഒരു സ്വത്രം പറഞ്ഞേ. ആര് നിമിത്തം? ആര് നിമിത്തം? ക്രിസ്തു നിമിത്തം. ആ പുള്ളി ഇറങ്ങിയത്, നീ ആരാകുന്ന കർത്താവേ, നീ ആരാകുന്ന കർത്താവേ. നിർത്തിയത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അറിയാതെ തുടങ്ങി, അറിഞ്ഞ് അവസാനിച്ചു. ഇല്ലേ പറഞ്ഞില്ല? തുടങ്ങിയത് നീ ആര്, അവസാനിച്ചത് നീ ആരെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉറപ്പുള്ളവര് മാത്രം ഇതിനകത്ത് കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോ പൗലോസേ, നിന്റെ ആഗ്രഹം എന്തുവാ? അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു പ്രാവശ്യം 3-ാം സ്വർഗം വരെ പോയിരുന്നു. ഇപ്പൊ കൂടെ കൂടെ പോയി വന്നാൽ കൊള്ളാം, എനിക്ക് ആഗ്രഹം ഉണ്ട്. എന്നാ പറഞ്ഞേ? ഹലോ, ഞാൻ ഒരു പ്രാവശ്യം 3-ാം സ്വർഗം വരെ പോയായിരുന്നു. അപ്പൊ ഈയിടെയായിട്ട് എനിക്ക് കൂടെ കൂടെ പോയി വരാം, അങ്ങനെയാണെന്ന് പറഞ്ഞേ? അല്ല, അവൻ പറയാണ്, എനിക്ക് കർത്താവിനെ ഒന്നുകൂടെ അറിയണം. ഓ, ഇവിടെ ഇത്രയും നാൾ അറിഞ്ഞില്ലേ? പോരാ, എനിക്ക് ഒന്നുകൂടെ അറിയണം. എന്നിട്ട് എനിക്ക് അവനിൽ അങ്ങിരിക്കണം. എന്നിട്ട് എനിക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്ന് അനുഭവിച്ചറിയണം. എന്നിട്ട് എനിക്ക് അവന്റെ മരണത്തോടൊന്ന് ഏകീഭവിക്കണം. എന്നിട്ട് വല്ല വിധേനയും ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം പ്രാപിക്കണം. ഓ, ഇന്നിനകത്ത് എത്ര പേര് കൊതിക്കുന്നുണ്ട്? വല്ല വിധേനയും, വല്ല വിധേനയും, വല്ല വിധേനയും ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം വേണമെന്ന് കൊതിക്കുന്നവരെ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഇന്ന് രാത്രി യേശുവിൽ ഇരിക്കാൻ. ചന്ദന പല്ലക്ക് കാണിച്ചു ശൂന്യങ്കാരി. ചന്ദന പല്ലക്ക്. ആനക്കൊമ്പോണ്ടുണ്ടാക്കിയ കൊട്ടാരം കാണിച്ചു. അവിടുത്തെ ഏറ്റവും വില കൂടിയ സുഗന്ധങ്ങൾ കാണിച്ചു. രാജാവിന്റെ പല്ലക്ക് കാണിച്ചു. രാജാവിന്റെ വസ്ത്രങ്ങൾ കാണിച്ചു. ഇതെല്ലാം കാണിച്ചു. ഇതിനേക്കാൾ എന്നോ യോഗ്യതയാടി നിന്റെ ഇടയന്. അവള് പറഞ്ഞു, ഇതൊക്കെ എന്തോ ഉണ്ട് ശലോ പോലെ, ഇതൊക്കെ എന്തോ ഇരിക്കുന്നു. എന്റെ ഇടയൻ, അവൻ ആയിരങ്ങളിൽ, അവൻ 10,000-ങ്ങളിൽ വെണ്മയും ചുമപ്പും ഇടകലർന്ന സൗന്ദര്യമുള്ളവന്. അവന്റെ 7 അയലോകത്ത് ശലോമന് നീ വരത്തില്ല. നിന്റെ ചന്ദന പല്ലക്ക് വരത്തില്ല. നിന്റെ ആനക്കൊമ്പിലെ കൊട്ടാരം വരത്തില്ല. അത്ര വലിയവനായ എന്റെ കർത്താവ്. ഒരല്ലേ പറഞ്ഞേ, നീ ഒന്നിനകത്ത് മയങ്ങിപ്പോകരുത്, ഒന്നിനകത്ത് മയങ്ങിപ്പോകരുത്. നീ കർത്താവിൽ ഒന്ന് ആശ്രയിച്ചേ. കർത്താവിനെ സ്നേഹിക്കാത്തവനല്ല, ചേർന്ന് പറഞ്ഞേ, കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം. സ്നേഹം കൂടിയപ്പോൾ ആ മനുഷ്യൻ പറയാണ്, അവന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഹലോ, അവന്റെ സ്നേഹം എന്നെ, ആ സ്നേഹത്തിൽ തന്നെ ഒന്ന് വേർപെടുത്താൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ ആപത്തിനോ വാളിനോ ജീവനോ മരണത്തിനോ ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ ഉയരത്തിനോ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ആ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്ന് ചലിപ്പിക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവര് മാത്രം ഇതിനകത്ത് ദൈവത്തെ സ്തുതിച്ചേ ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ ധന്യനായ മനുഷ്യൻ പറയാണ്, ഞങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് പൗലോസേ, ഈ സൂര്യചന്ദ്രന്മാരെ കാണാതെ 14 ദിവസം ഈ തണുത്തുറഞ്ഞ കടലിൽ കിടക്കാൻ രക്ഷപ്പെടുമെന്നുള്ള ആശ പോയിട്ടും നിനക്കൊരു പ്രയാസമില്ലേ? ചെറിയ കഴിഞ്ഞ രാത്രി എൻ്റെ ഉടയവൻ, ഞാൻ സ്നേഹിച്ചിരിക്കുന്ന എൻ്റെ കർത്താവ് ഈ തണുത്തുറഞ്ഞ കടലിനകത്തെ കപ്പൽ ഇറങ്ങി വന്നെന്ന്
എന്നോട് പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ടടാ, റോമി ഞാൻ നിന്നെ നിർത്തും. വാഗ്ദത്തമുള്ളവന് ഇതൊന്നും ഒരു വിഷയമല്ല കുഞ്ഞേ. ഇന്ന് രാത്രി നീ ഭയപ്പെടാതെ കർത്താവിലൊന്ന് വിശ്വസിച്ച് അസാധാരണമായ ചില ദൈവങ്ങളുടെ ആഴങ്ങൾ ഈ രാത്രി ജനത്തിന്റെ മേൽ ദൈവം പകരുകയാ. ഞാന് ഈ പ്രായത്തില് ഇന്ന് രാത്രി കണ്ണൂരാണ്, നാളെ രാത്രി നെയ്യാറ്റിൻകരയായിരിക്കും, നാളെ കഴിഞ്ഞ് കട്ടപ്പനയായിരിക്കും, അതിന് നാളെ പാറശാലയായിരിക്കും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ഇതുണ്ട്, ഞാനിങ്ങനെ ഷുഗറൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഇത്രയും ദൂരെയുള്ള പ്രോഗ്രാം ഒന്നും പിടിക്കണ്ട, നമുക്കിങ്ങനെ ഈ തിരുവല്ലായിലും റാന്നിലും ഒക്കെ ചുറ്റിപ്പറ്റി നിന്നാൽ മതിയെന്ന് പിള്ളേരുടെ ആഗ്രഹം. പക്ഷെ ഞാനിവിടെ എല്ലാം പോകും. ഞങ്ങളിവിടുന്ന് ബാംഗ്ലൂരിൽ വ്യാഴാഴ്ച പോയി ഞാൻ രാത്രി പാലക്കാട് പ്രസംഗിച്ചു, പാലക്കാട് IPCയുടെ സെൻട്രൽ കൺവെൻഷൻ. ആ രാത്രി പ്രസംഗിച്ച് ആ രാത്രി വണ്ടി കയറി കാർ പിടിച്ച് ഞങ്ങൾ ബാംഗ്ലൂരിന് പോയി. അവിടെ പോയി IPCയുടെ സ്റ്റേറ്റ് കൺവെൻഷന് ശനിയാഴ്ച രാത്രിയിൽ വെള്ളിയാഴ്ചയും പ്രസംഗിച്ച് ആ രാത്രി തിരിച്ചു. ഞായറാഴ്ച രാവിലെ ഇവിടെ സഭായോഗത്തിന് ഞാൻ വന്നു. ഹലോ. എന്നിട്ട് ഞാൻ ഹോളി വന്നു. വായിക്കോട്ട വിട്ടില്ല, എങ്ങും പോകാത്ത നിങ്ങൾ വായിക്കോട്ട വിടുക, ഒന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഹോളി വന്നിട്ട് ഉറങ്ങി, ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചൊന്നുമില്ല. ഞാൻ നല്ല സ്ട്രോങ് അല്ലേ, ഒരല്ലേ പറഞ്ഞേ. ആരോഗ്യം കൊണ്ടല്ലെന്നേ, ആ സ്നേഹം എന്നെ നിർബന്ധിക്കുക. കാരണം ഞാൻ നാശകരമായ കുഴി കടന്നവനാ, കുഴഞ്ഞ ചേറ്റി കിടന്ന് വിടുവിക്കാൻ ആരുമില്ലായിരുന്നു കേട്ടോ. ഒരു കണ്ണിനും എന്നോട് ദയ തോന്നിയില്ല. എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞ്, ഞാൻ മുടിഞ്ഞ കാലം ചാകാൻ പ്രാർത്ഥിക്ക്, അവൻ ഗുണപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞെടുത്തു നിന്നാ ഗുണപ്പെട്ടു വന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര നന്ദിയാ കേട്ടോ, നന്ദിയാ. ഞാൻ ആരാധിക്കുന്ന ഓടുന്നല്ല, ഈ നന്ദി കൊണ്ട്, ആരോഗ്യം കൊണ്ടല്ല കേട്ടോ. പക്ഷെ കർത്താവ് എന്നെ അങ്ങ് നടത്തുക. ഇന്ന് രാത്രി ഒറ്റക്കാര്യം ഞാൻ ചോദിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ സ്നേഹം കൂടിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ, വാക്ക് നിങ്ങൾ പറ, വിലയേറിയതായി. സ്തോത്രം പറഞ്ഞ്. നമ്മളെന്നെ ഉപവസിക്കാത്ത? ഡോക്ടർ പറഞ്ഞായിരുന്നു ഉപവസിക്ക്, പറ. ഡോക്ടർ പറഞ്ഞു ഉപവസിക്കരുത്. പ്രൈസറോ. ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് സമയത്ത് മരുന്ന് എന്ത് ചെയ്യണം? ആഹാരം കഴിക്കാതെ മരുന്ന് എന്ത് ചെയ്യരുത്? കഴിക്കരുത്. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തോണം? മരുന്ന് പാറ. പിന്നെ ഈ ഇടത്തെ കൈക്ക് വേദനയും ചങ്കിനകത്ത് ചെറിയ വേദനയൊക്കെ ഉള്ളതുകൊണ്ട് കൈയൊന്നും വലിച്ചെന്ത് ചെയ്യല്ലേ. ഉപദേശിമാർ വന്ന് നിങ്ങളെ ഇളക്കിയിട്ടൊക്കെ പോകും, പക്ഷേ അവർക്ക് അങ്ങ് പോയാൽ മതി, നിങ്ങളല്ലേ അനുഭവിക്കുന്നത്. മിണ്ടുന്നില്ല. സ്തോത്രം. പക്ഷെ സ്നേഹം അതിൻ്റെ ഒക്കെ മേളില്ല. ഒരു രോഗത്തിനോ ഒരു കഷ്ടതയ്ക്കോ ഒരു നിന്ദയ്ക്കോ ഒരു അപമാനത്തിനോ ഒരു വെല്ലുവിളിക്കോ നിന്റെ സ്നേഹത്തെ മാറ്റാനൊക്കത്തില്ല. ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടാലും, കോല് കൊണ്ടടിച്ചാലും, വഴിയെ വലിച്ചാലും, ചങ്ങലക്കിട്ടാലും, ആമത്തി കടന്നാലും സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, കുഞ്ഞേ, കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം. ഓ, നമ്മുടെ സഭയെക്കുറിച്ച് പുറത്തറിയണം. സ്തോത്രം. എന്താ അറിയേണ്ടത്? കുറച്ച് പേരെ ഉള്ളേലും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടമാണ്. പറഞ്ഞ എന്താന്ന് കേട്ടില്ല. ഒത്തിരി ആളൊന്നുമില്ല ദൈവവാസ, പക്ഷെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ അവരെ കാണുമ്പോൾ എല്ലാം കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടരാണ്. സ്തോത്രം. അവരുടെ ആ സ്നേഹവും അവരുടെ ആ പരസ്പര ബഹുമാനവും അവരുടെ ആരാധനയും കണ്ടപ്പോഴേ ഞാൻ ഈ ബന്ധുക്കൂത്തിനും പോകുന്ന വിചാരിച്ചിരുന്നതല്ല, പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നാളെ തൊട്ട് അവരുടെ കൂടെ ആരാധിക്കാൻ. പറഞ്ഞേ, ഇത് വന്ന് നിങ്ങളുടെ ചിലരുടെ മുഖം കാണുമ്പോഴേ അവർ പേടിച്ച് സ്ഥലം വിടും. സ്തോത്രം. നമ്മൾ ചിലർ വന്ന് കയറുമ്പോൾ വന്ന് കയറിയല്ലോ എന്നുള്ള ചിന്തയല്ലേ നോക്കുന്നേ. ആദ്യമായിട്ട് വന്ന ഒരാളിന് അന്ന് തന്നെ പോകുന്നതിന് മുമ്പേ കൈ കൊടുത്ത് എത്ര പേരുണ്ട്? അമ്മമ്മ കൊള്ള. ഞാൻ ഹിൽ ടോപ്പ് സഭയിൽ പോയി കേട്ടോ. ഹിൽ ടോപ്പ് സഭ ഓസ്ട്രേലിയയിൽ. മോനോടെ പോകണം കേട്ടോ. ലോകത്തിൽ തന്നെ വലിയൊരു സഭയാണ്.
അപ്പോൾ നമ്മൾ കാറ് കയറി അവരുടെ കോമ്പൗണ്ടിൽ ചെല്ലുമ്പോൾ തന്നെ 400 ഏക്കറാണ് സ്ഥലമേ. അവിടെ നമ്മുടെ ഒരു 4 സെൻറ്റ് സ്ഥലവും ഒരു ഷെട്ടുമല്ല. അവിടെ വലിയ സെക്യൂരിറ്റികളാണ്. ചെല്ലുമ്പോഴേ നമ്മുടെ പാസ്സാന്നൊക്കെ അറിഞ്ഞാൽ ഇടാൻ പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ കൊണ്ട് നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്ന വരെയുള്ള അവൻ്റെ ഡ്യൂട്ടി. അത് കഴിയുമ്പോൾ അവൻ മാറും. ഉടനെ അടുത്ത ആൾ വന്ന് നമ്മളെ ഇറക്കിയിട്ട് പറയും ഇതിലെ വരാൻ പറഞ്ഞ് കൊണ്ടുപോയി നമ്മളെ ഒരു ഗസ്റ്റ് റൂമിൽ കൊണ്ടിരുത്തും. അത് വേറൊരാളാണ്. ഗസ്റ്റ് റൂമിൽ നിന്ന് ചർച്ചിലോട്ട് കൊണ്ടുവന്ന് വേറൊരാളാണ്. ഇതിനോടകത്ത് നമ്മുടെ പേര്, അഡ്രസ്സ്, എവിടെ നിന്ന് വന്നു, എന്താണെന്നെല്ലാം അവരെ കുറിച്ച് എടുത്ത് അറിയിക്കേണ്ടവനെ അറിയിക്കും. എന്തോ സംവിധാനമാണെന്നറിയോ? ഹലോ, ഇതിനിടയ്ക്ക് അടുത്ത ആൾ നമുക്ക് 2 ബുക്കും അവരുടെ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഗൈഡും എല്ലാം കൂടെ കവറിനകത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും തരും. ഇതെല്ലാം നടക്കുക. അവിടെ ഭയങ്കര ആരാധന നടക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരവരാ, ഹിൽസോങ് സഭക്കാരാ. പക്ഷെ ഇതെല്ലാം നടക്കുക. ആദ്യമായിട്ട് വരുന്നവനായാലും അവസാനം വരുന്നവനായാലും അവരെല്ലാം അവരങ്ങ് ട്രീറ്റ് ചെയ്യുക. നമ്മൾ വന്നാൽ കൈ കൊടുക്കത്തുമില്ല, മിണ്ടത്തുമില്ല, മോന്തയും വേർപ്പിച്ച്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പരുവത്തിലാണല്ലോ വരുന്നത്. വീട്ടിൽ നിന്ന് കെട്ടിയവനോടും മടക്കുണ്ടാക്കി, ഭാര്യയോടും മടക്കുണ്ടാക്കി ഒരു പരുവത്തിലാണ് വരുന്നത്. വന്ന് പിന്നെ നമ്മൾ ഇരുന്ന് തരുന്നു. ഹലോ, നമ്മളെ കണ്ട് പറയണം എൻ്റെ പൊന്നെ. ഒത്തിരി പേരൊന്നുമില്ല കേട്ടോ, പക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്ന പറഞ്ഞെല്ലാവരും ഒന്ന് പറ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സഭയാണ് കേട്ടോ. ചീർക്കുന്നില്ല, ദോഷമായത് കണക്കിടുന്നില്ല, സ്പർദ്ധിക്കുന്നില്ല. സ്തോത്രം. മുഴങ്ങുന്ന ചെമ്പല്ല, ചിലമ്പുന്ന കൈത്താളവുമല്ല, ഒറിജിനൽ ആത്മാവിൻ്റെ ആരാധനയാണ്. ഞാൻ ഒത്തിരി ഭാരവുമായിട്ടാണ് പോയിരുന്നത്. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ലെങ്കിലും ശുശ്രൂഷ പാസ് ദൈവാത്മാവിൽ ഇടപെട്ടു. എൻ്റെ ആ സങ്കടം എവിടെ പോയെന്ന് അറിയത്തില്ല കേട്ടോ. എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. ഭയങ്കര മനസമാധാനമുണ്ട് എന്നവൻ ആരാധന കഴിഞ്ഞ് പറയണം. സഭ എങ്ങനെ ആയിരിക്കണം മക്കളെ? കർത്താവിനെ സ്നേഹിക്കുന്ന സഭയാണെങ്കിൽ വരുന്നവന് കെട്ടഴിഞ്ഞവൻ അങ്ങ് പൊക്കോളും. ഇവിടെ വരുന്നവനെ എല്ലാം കെട്ടഴിയണം കേട്ടോ. സന്തോഷമുള്ളവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് വരുന്നവൻ ബന്ധിക്കപ്പെടല്ലേ, വരുന്നവൻ ബന്ധനമഴിഞ്ഞു പോകുവാൻ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താൻ പോകുകയാണ്. ചങ്കു പൊട്ടിയ ആ മനുഷ്യൻ പറയുകയാണ്, ഈ സഭയുടെ തകർച്ച കണ്ട്, മൂല്യച്യുതി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടത്. ഇനി എഴുതി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ ഗുണപ്പെട്ടാലും ഇല്ലെങ്കിലും കർത്താവ് വരും. അതാ വാക്യം. നിങ്ങൾ ശരിയായാലും ശരിയായില്ലേലും പറഞ്ഞേ കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ നമ്മൾ പോകുമെന്ന് ഉറപ്പാണോ? പറഞ്ഞേ പറ. ഇന്ന് രാത്രി കാഹളം എന്ന് വിളിച്ചാൽ ഞാൻ പോകുമെന്ന് ഉറപ്പുള്ളൊരു കൈയൊന്ന് പൊക്കി. ഇത്രയും പേരൊക്കെ ഉണ്ടല്ലോ. ആരോടും പിണക്കില്ലാത്തവരൊന്ന് കൈ പൊക്കിക്കുക. ആരോടും പിണക്കില്ലാത്തവർ. ഓക്കെ. ആരോടും അസൂയയില്ലാത്തവന്ന് കൈ പൊക്കിക്കുക. ഓക്കെ. നികളമില്ലാത്തവർ. സഭ നല്ലൊരു സഭ, ക്വാളിറ്റി ഉള്ളൊരു സഭയാകട്ടെ. സ്വതന്ത്രം. ആരോടും പിണക്കില്ലല്ലോ. പിണക്കില്ല. അമ്മായിയമ്മയായിട്ടൊക്കെ നാത്തൂനുമായിട്ടൊക്കെ അല്ല. പ്രൈസ്തലോ. നമുക്ക് അളന്നപ്പോൾ തേക്കപ്പുറത്ത് ചേട്ടൻ്റെ പറമ്പിൽ പോയതിൻ്റെ ഒരു പ്രയാസം, ആഞ്ഞിലിയുടെ ചോട്ടിക്കൂടെ റോഡ് വന്നതിൻ്റെ ഒരു പ്രയാസം. ഹലോ, നമ്മളിങ്ങനെ കരുത്തും കാതുമൊക്കെ പറിച്ചെങ്കിലും അവനോട് മിണ്ടത്തില്ലല്ലോ. അവന് വന്നാൽ കൊള്ളാവുന്നുണ്ട് നമ്മുടെ കൂടെ. പക്ഷെ നമ്മുടെ ഈ സ്വഭാവം കാരണം അവന് വരണമെന്ന് പറ. നമ്മുടെ കർത്താവ് വന്ന ഉടനെ എടുപ്പായിരിക്കുക. ഈസി അല്ലേ കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പറ ഈസി അല്ല. സ്തോത്രം. പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ, അങ്ങനെ എഴുതിയേക്കുന്നേ. അഭക്തന്റെ ഗതി എന്താ? നീതിമാൻ പറയില്ലാരും, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താവും? നമ്മളോട് കണക്ക് ചോദിക്കും കേട്ടോ. എന്നെ ചോദിക്കും? കണക്ക് ചോദിക്കും. നമുക്ക് തന്ന ആയുസിൻ്റെ കണക്ക് ചോദിക്കും. നിനക്ക് ഇനി എത്ര വർഷം തന്നു? അതെനിക്ക് 79 വർഷം തന്നു. ഓക്കെ. 79 വർഷം ഗുണം 365 കാല് സമം. ഇത്രയും വർഷം തന്നിട്ട് നീ ആ വർഷം എങ്ങനെ വിനിയോഗിച്ചു?
അത് ഞാനുള്ള ചെണ്ടമുറിയെല്ലാം കഴിച്ച്, ഞാനുള്ള KFC എല്ലാം തിന്ന്, ഞാനുള്ള പിന്നെ കുഴിമന്തി അടിച്ച്. ഹലോ, നിനക്കൊരു കുടുംബം ഞാൻ തന്നില്ലേ? തന്നു. ആ കുടുംബം തന്നതുമായിട്ട് നിന്റെ ബന്ധം എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് ഞാൻ പിള്ളേരെ തന്നില്ലേ? അടൂര് പോയി ലൈഫ് ലൈൻ ആശുപത്രി പൈസ കൊടുക്കാതെ പിള്ളേരെ തന്നില്ലേ? അതുകൊണ്ട് എനിക്ക് വില അറിയാത്തേ. അതുകൊണ്ട് ചോദിച്ചാൽ പറയും, ഒന്നുണ്ടായതിന് 16 ലക്ഷം രൂപ ചിലവാക്കി എന്നൊക്കെ പറയും. തുടക്കം പോലെ അവിടെ ആയിരുന്നു. പ്രസവിച്ച് 3 മാസം കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന്. അപ്പോൾ നിന്റെ 16-17 ലക്ഷം രൂപ അവിടെ 5 കാശ് മുടക്കാമല്ലേ നിനക്ക് പിള്ളേരെ കിട്ടിയേ? ഒന്നും മിണ്ടുന്നില്ല. അപ്പം അങ്ങനെ പിള്ളേരെ തന്നതിൻ്റെ കണക്ക് എന്ത് ചെയ്യും? ചോദിക്കും. നിന്നെ ഏൽപ്പിച്ച വസ്തുവിൻ്റെ കണക്ക്, നിന്നെ ഏൽപ്പിച്ച പൈസയുടെ കണക്ക് പറയെല്ലാവരും. സ്തോത്രം. എല്ലാത്തിൻ്റെയും കണക്ക്. നമ്മുടെ PV ആശാരി ഉപദേശം ജീവിച്ചിരിക്കുമ്പോൾ പുള്ളി പാടിയൊരു നല്ല പാട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ പാടാമെന്നും അറിയത്തില്ല, നിങ്ങളൊക്കെ നല്ല പാട്ടുകാരാ. ഞാനിങ്ങനെ കേൾക്കുന്നില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞു, കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം ശരിക്കൊരുത്തരം നൽകാൻ നിനക്കു വല്ലതുമുണ്ടോ? ശരിക്കൊരുത്തരം നൽകാൻ നിനക്കു വല്ലതുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ മനുജ? അശരണനാം നിനക്ക്. കേട്ടില്ലേ? ഞാൻ പാടുന്നില്ല കേട്ടോ. കണക്ക് ചോദിക്കും, എല്ലാത്തിൻ്റെ കണക്ക്. ഒരു രാത്രി ഒരു രാജാവിൻ്റെ രാജത്വം തൂക്കി കേട്ടോ. തൂക്കിയത് അവന് മനസ്സിലായില്ല. അഭിഷേകമുള്ളവൻ വന്ന് അന്യഭാഷ വായിച്ചു. മെനെ മെനെ തെക്കേലു ഫാർസി, നിന്റെ രാജത്വം ഞാൻ തൂക്കി. കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്നെ രാജസ്ഥാനത്ത് നീക്കിയിരിക്കുന്നു. നിന്റെ രാജ്യം ഞാൻ വലിച്ചു കീറി 2 പേർക്ക്, മേത്യർക്കും പ്യാർസർക്കും കൊടുത്തിരിക്കുന്നു. ആ രാത്രി അവൻ്റെ പാടി. ആ രാത്രി അവൻ കൊല്ലപ്പെട്ടു. ഒരല്ലേ പറഞ്ഞേ? കണക്കെഴുതും, കണക്ക് ചോദിക്കും, തൂക്കി നോക്കും. ഇത് ഉപവാസത്തിന്റെ 1ാമത്തെ രാത്രിയാണ്. ഞാനൊരു വാട്ടർ സർവീസ് ചെയ്തതേ ഉള്ളൂ. ഇനി എഞ്ചിൻ ബോക്സിനകത്തെ ഓയിൽ മാറാനുണ്ട്, ഗിയർ ബോക്സിനകത്തെ ഓയിൽ മാറാനുണ്ട്. ഹലോ, സ്തോത്രം. അലൈൻമെന്റ് ശരിയാക്കാനുണ്ട്. എല്ലാം കൂടെ അടുത്ത് 7 ദിവസം കൊണ്ട് ചെയ്തിട്ടൊന്ന് ഷോറൂം കണ്ടീഷൻ ആകണം. ഒരല്ലേ പറഞ്ഞേ? നല്ല സ്തോത്രം പറഞ്ഞേ. ഈ ദിവസം ഒരു പണി അകത്ത് നടക്കണം കേട്ടോ. ഒരു പണി നടന്നിട്ട് എല്ലാം ഒരു ഷോറൂം കണ്ടീഷൻ ആയിക്കണം. എന്നേരം ഇവിടെ സൗഖ്യം നടക്കും. ഇന്ന് രാത്രി ക്യാൻസർ മാറും, ഇന്ന് രാത്രി ട്യൂമർ മാറും, ഈ രാത്രിയിൽ ഹീമോ മാറും, ഈ രാത്രി ഡയാലിസിസ് മാറും, ഈ രാത്രി ഡേറിയേഷൻ മാറും. ഓ, ഒരു അത്ഭുത മിറക്കിൾ ഈ രാത്രിയിൽ നിന്റെ കുടുംബങ്ങൾ നടക്കുകയാ. വിശ്വസിക്കുന്നവര് മാത്രം, വിശ്വസിക്കുന്നവര് മാത്രം കരമൊന്ന് ചേർത്തടിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ പ്രസംഗിച്ചോണ്ടിരുന്നപ്പോൾ കംപ്ലീറ്റ് ദേഹത്തെ ബോണുകൾക്ക് ക്യാൻസർ വന്ന മോൻസി ഇപ്പൊ അവനെ ചർച്ചകളിലെ പാസ്സാ. അവൻ 8 വർഷം എൻ്റെ വണ്ടി ഓടിച്ച പാസ്സായിട്ട് പോയി. ഒരല്ലേ പറഞ്ഞ് ഒറ്റ ശുശ്രൂഷയിൽ അവന് സൗഖ്യമായിട്ട് എഴുന്നേറ്റു. അന്ന് രാത്രി കൊണ്ടുപോയി എൻ്റെ കൺവെൻഷൻ സാക്ഷി പറയിപ്പിച്ചു. ഒരല്ലേ പറഞ്ഞേ? കർത്താവിൻ്റെ വിടുതലൊക്കെ ക്ഷണത്തിലല്ലേ. ആത്മാവനോട് പറയുന്നു, ഒരു സ്നേഹം ഈ രാത്രി യേശുമായിട്ടുണ്ടായാൽ സഭയ്ക്കകത്തെ സകല കെട്ടുകൾ ഈ രാത്രി ദൈവം അഴിക്കും. കുടുംബങ്ങളിൽ വ്യാപരിച്ചു നിൽക്കുന്ന, വ്യക്തികളിൽ വ്യാപരിച്ചു നിൽക്കുന്ന ചില ആധിപത്യ മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആത്മാവിന്റെ വിടുതൽ ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു നിരപ്പ് ഹൃദയത്തിൽ വരുമ്പോൾ, ഒരു സ്നേഹ ഹൃദയത്തിൽ വരുമ്പോൾ ഇതുവരെ സംഭവിക്കാത്ത ചില വിടുതലുകൾ. ഓ രാധാ 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 രാധാ